പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെയും ഇന്റർനാഷണൽ ന്യൂ ലൈഫ് മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ 18ാമത് ചെറുമക്കൾ കൺവെൻഷൻ്റെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഹൂ വിൽ ഡിസ്പൈസ് ദ ഡേ ഓഫ് ദ സ്മോൾ തിങ്സ്? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് 18 വർഷങ്ങൾക്ക് മുമ്പ് എളിയ തോതിൽ ആരംഭിച്ചതായ ചെറുമക്കൾ കൺവെൻഷൻ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നതായ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ മഹായോഗമായി ദൈവം അതിനെ അനുഗ്രഹിച്ചു. ജാതി മത ഭേദമന്യേ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ യോഗങ്ങളിൽ കടന്നു വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ദൈവവചന ശുശ്രൂഷ കേട്ട് അനുഗ്രഹവും വിടുതലും സന്തോഷവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സഭാഭേദമന്യേ ഈ കാലഘട്ടങ്ങളിൽ ദൈവകരങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ സുവിശേഷ പ്രഭാഷകർ ചെറുമക്കൾ കൺവെൻഷനിൽ തുടർമാനമായി കടന്നു വന്ന് പ്രസംഗിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമാണ്. എല്ലാ വർഷവും ഡിസംബർ അവസാന ആഴ്ച ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെ അങ്കണത്തിൽ നടത്തപ്പെടുന്നതായ ഈ മഹായോഗത്തിൽ സംബന്ധിപ്പാനായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേക ദൈവദാസന്മാരും സഹോദരി സഹോദരന്മാരും കടന്നു വരാറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടന്നതായ ഈ സുവിശേഷ പ്രഭാഷണങ്ങൾ ഇവിടെ കടന്നു വന്ന് ഈ യോഗങ്ങൾ സംബന്ധിക്കുന്ന ജനങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുള്ളതായ ജനങ്ങൾ ഇൻ്റർനെറ്റിലൂടെ, DVD-യിലൂടെ, ടെലിവിഷനിലൂടെ കണ്ടതായ ജനങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലും സന്തോഷവുമായി തീർന്നതായ കാര്യങ്ങൾ ഫോണിൽ കൂടെ കത്ത് മുഖേന ഞങ്ങൾക്ക് കേൾക്കുവാനും അറിയുവാനും ഇടയായിട്ടുണ്ട്. ഇപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ DVD, VCD സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാർട്ട്വുഡ് ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സസ് 77049. ഫോൺ നമ്പർ 281-458-9938. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളിൽ തട്ടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ
കൊണ്ടുവരുവാൻ ഞാനും എന്റെ പുതുഭവനവും. ഇത്രത്തോളം ഇസ്രായേലിന്റെ പ്രഥമ രാജാവായിരുന്ന ശൗലിനെ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിന്റെ അഭിഷേകത്താൽ അവന്റെ മേൽ ഒഴിച്ച് ഇസ്രായേലിന്റെ രാജാവായി വാഴിച്ചപ്പോൾ അവൻ പറയാണ്, ഇതെല്ലാം ഞാൻ സ്വീകരിപ്പാൻ അപ്രയോജനപ്പെടുത്തിയത്, ഞാൻ യോഗ്യനല്ല. ഇന്ന് രാത്രികാലം ഇവിടെ കൂടിയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് പറയാൻ കഴിയും, നമ്മളായിരിക്കുന്ന കൃപയാൽ 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 അത് വിശ്വസിക്കാൻ മാത്രം ദൈവത്തിന്റെ ദാസന്മാർ മാത്രം കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തെ ഹല്ലേലൂയ ആരാധിച്ചോട്ടെ. അഭിഷേകന്മാർ ശുശ്രൂഷ പറയട്ടെ. This divine calling was upon my life. This holy calling, His divine calling, His heavenly calling, His high calling was upon my life. ഞങ്ങൾക്കൊന്നും പുകഴുവാനില്ല, നമ്മളായിരിക്കുന്ന കൃപയാൽ മാത്രം. അങ്ങനെയുള്ള വിശ്വസിന്റെ കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ചാണ് ദാവീദിനോട് ചേർന്ന് ഇന്ന് രാത്രികാലം ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ പുതുഭവനവും എന്തുണ്ട്. ആയിരിക്കുന്നവർക്ക് ധ്യാനിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ചു, കണ്ണുകൾ അടച്ചുകൊണ്ട് കരകൾ ഉയർത്തിപ്പിടിച്ചു. രണ്ട് കരകൾ ഉയർത്തിരിക്കട്ടെ, കണ്ണുകൾ അടച്ചുകൊണ്ട് പോകണം. It's
ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു അത്ഭുതമാണ്. ഞാൻ ഈ സ്റ്റേജിൽ മൈക്രോഫോണുമായി നിൽക്കുന്ന ഒരു അത്ഭുതമാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ സാക്ഷിക്കാൻ പറയാം, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമാണ്. നീ മുടിഞ്ഞു കാണുവാൻ, നീ തകർന്ന് കാണുവാൻ, അസൂയയുടെ ചുറ്റും നിന്നവരുടെ മുമ്പിൽ നിന്നെ ദൈവം അത്ഭുത വിഷയമാക്കി തീർന്നു. നീ ശുശ്രൂഷയിൽ ശോഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞപ്പോൾ നിന്റെ ഒരു അത്ഭുത വിഷയമാക്കി തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, നീ തകർന്ന് കാണുവാൻ, നിന്റെ കുടുംബം നശിച്ചു കാണുവാൻ വേണ്ടി നിനക്കെതിരെ മന്ത്രവാദം ചെയ്തവർക്ക്, കൂടുമാത്രമം ചെയ്തവരുടെ മുമ്പിൽ, ആ കുടുംബങ്ങളുടെ മുമ്പിൽ, ശുദ്രക്കാരുടെ മുമ്പിൽ, മന്ത്രവാദികളുടെ മുമ്പിൽ നീ ഒരു അത്ഭുത വിഷയമാണ്. നിനക്കെന്നെ ജീവിച്ചിരിക്കാൻ വേണ്ടി മാസങ്ങൾ മാത്രം ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ഇപ്പോഴും നീ ജീവിച്ചിരിക്കുന്നത് ഒരു അത്ഭുത വിഷയമാണ്. അത് വിശ്വസിച്ച് മാത്രം കരകളെ തട്ടി ഞാൻ അത്ഭുതമാണ്, ഞാൻ അത്ഭുതമാണ്, ഞാൻ അത്ഭുതമാണ്. ഓ കുഞ്ഞുങ്ങൾ ഒരു അത്ഭുതമാണ്. ഓ ഹല്ലേലൂയ. ഡോക്ടർമാർക്ക്, മന്ത്രവാദികൾക്ക്, എന്റെ മാതാപിതാക്കന്മാർക്ക്, എന്റെ ചുറ്റുപാടുള്ളവർക്ക് ഒരു സന്ധ്യായാഗമായി ഒരിക്കൽ കൂടെ
തീം 2010 ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ തീം എന്താണ് പറഞ്ഞാട്ടെ? യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഒരിക്കൽ കൂടെ, യഹോവേ ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിപ്പാടിയായി തീർന്നു അതെന്താണെന്ന്. പിന്നെ രണ്ടാം രാത്രി നമ്മൾ ചിന്തിച്ചത് ഏത് കാര്യത്തിലാണ് മടങ്ങി വരേണ്ടത് പറഞ്ഞാട്ട്? ആരാധനയിൽ ആദ്യ നൂറ്റാണ്ടിൽ നമ്മുടെ മാതാപിതാക്കന്മാർ ആരാധിച്ച ആരാധനയുടെ അനുഭവത്തിലേക്ക് ദൈവസഭ ദൈവജനം മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഇന്നലെ നമ്മൾ എന്താണ് ചിന്തിച്ചത്? ആദ്യ സ്നേഹത്തിലേക്ക് ദൈവജനം ദൈവസഭ മടങ്ങി വരട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിക്കാലം നമ്മൾ ചിന്തിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആദിമ നൂറ്റാണ്ടിലെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ കാലത്തുണ്ടായതായ ആത്മദാഹം, ആത്മാക്കളെ നേടുവാനുള്ളതായ വ്യഗ്രതയിലേക്ക്, ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മടക്കിക്കൊണ്ടുവരുവാനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ട കാലത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. എന്ത് വില കൊടുത്തും എനിക്ക് ആത്മാക്കളെ നേടണം. ഭാരതത്തിൽ, കേരളത്തിൽ, എന്റെ സ്വന്തക്കാർ ചാർച്ചക്കാരുടെ മധ്യത്തിൽ, എന്റെ ദേശത്തിൽ എനിക്ക് എന്ത് വില കൊടുത്തും ആത്മാക്കളെ നേടുന്നതായ ആ വലിയ വാഞ്ചയുടെ താല്പര്യത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ടതായ ദേവദാസന്മാർക്കും അതുമാത്രമല്ല വിശ്വാസ സമൂഹത്തിനും നഷ്ടമായൊരു കാര്യമുണ്ട്. ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കട്ടെ. ദൈവമേ, ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്ന ആത്മദാഹം, ആത്മാക്കളെ കുറിച്ചുള്ള എരിവ്, ആത്മാക്കളെ നേടുവാനുള്ളതായ താല്പര്യം എന്റെ ഹൃദയത്തിൽ കുറഞ്ഞിരിക്കുന്നു, എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം അതിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും ഒരു മിഷണറിയാണ്. രക്ഷിക്കപ്പെടാത്ത ഓരോ വ്യക്തിയും ഒരു മിഷൻ ഫീൽഡാണ്. രക്ഷിക്കപ്പെടാത്ത ആളുകൾ അന്വേഷിച്ച് അങ്ങ് രാജസ്ഥാനിലോ ഒറീസയിലോ ഉഗാണ്ടയിലോ ഒന്നും പോകണ്ട. നിങ്ങളുടെ അയൽപക്കത്ത് ജീവിക്കുന്ന മിഷൻ ഫീൽഡ്. Chapter 1 verse 8 അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നിങ്ങൾ ആരും നോക്കണ്ട, അവിടെ വായിച്ചത് കേട്ടാ മതി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഓരോ വ്യക്തികളും ദൈവത്തിന്റെ സാക്ഷികളാക്കിരണം. അത് പാസ്റ്റർമാരുടെയും സുവിശേഷകന്മാരുടെയും ജോലിയല്ല. രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ചായ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ സാക്ഷികളാക്കിരണം. ഹല്ലേലൂയ. 22-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിച്ചാണ് പോലെ. യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും പ്രത്യേകം ശ്രദ്ധിക്കുക. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ഇന്ന് രാത്രിക്കാലം കൂടി വരിക്കുന്നതായ ആയിരക്കണക്കിന് ദൈവമക്കളോട്, ദൈവദാസന്മാരോട് പറയട്ടെ, ഒരു കാലത്ത് നമ്മുടെ ഉള്ളങ്ങളിൽ കത്തിയിരുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദാഹത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. സഭയിൽ 3 രീതിയിലാണ് ആളുകൾ വർദ്ധിക്കുന്നത്, ജനങ്ങൾ വർദ്ധിക്കുന്നത്, സഭയുടെ എണ്ണം പെരുകുന്നത്, സഭയിലെ അംഗസംഖ്യ കൂടുന്നത് 3 രീതിയിൽ. ഒന്ന്, ബയോളജിക്കൽ ഗ്രോത്ത്. അതായത് ജനിച്ചു വളർത്തപ്പെട്ട് അങ്ങനെ സഭയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്ന് സഭയുടെ അംഗസംഖ്യ കൂടുക. വേറൊന്ന്, ട്രാൻസ്ഫർ ഗ്രോത്ത്. അതായത് ഒരാൾ വേങ്ങൂന്ന് അല്ലെങ്കിൽ ചെറുവക്കൽ നിന്ന് വസ്തുവെല്ലാം വെച്ചിട്ട് പുള്ളി തിരുവല്ലായി പോയി ഒരു വീട് വാങ്ങിച്ച് അവിടെ സഭയെ കൂടി. അങ്ങനെ അത് മുതൽ ഇവിടുന്ന് പുള്ളി ഇവിടെ സഭയിൽ തളർന്നു, അവിടെ വളർന്നു. ചെറുവക്കല സഭ അല്പം തളർന്നു, തിരുവല്ല സഭ അല്പം വളർന്നു. അല്ലെ ഒരു കുടുംബം ഇവിടുന്ന് അമേരിക്കയിലോട്ട് പോയി, അമേരിക്കയിൽ സഭ വന്നെ അവിടുത്തെ സഭ അല്പം വളർന്നു, ഇവിടുത്തെ സഭ അല്പം തളർന്നു. അത് ട്രാൻസ്ഫർ ഗ്രോത്ത്. ഈ 2 ഗ്രോത്ത് അല്ല വേണ്ടത്, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഗ്രോത്ത് ഞങ്ങൾ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ അറിയാമോ? കൺവേർഷൻ ഗ്രോത്ത്. ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് സഭയിൽ വരണം. ഈ നാളുകളിൽ നമ്മുടെ സഭകളിലേക്ക്
വിവിധ സഭകളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തീരുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിപ്പാനായ കാലം വന്നിരിക്കുന്നു, കാലം സമീപിച്ചിരിക്കുന്നു, കാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ദാസനായ ജോൺ ഡോക്സ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ സ്കോട്ട്ലൻഡിനെ എനിക്ക് നൽകണം. Give me Scotland or take my life, I want to die. ദൈവമേ സ്കോട്ട്ലൻഡ് പട്ടണത്തെ, രാജ്യത്തെ എനിക്ക് നൽകണം, അല്ലെങ്കിൽ എനിക്ക് മരിക്കണം. ഇന്ന് രാത്രികാലം ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. ചെറുമക്കളിനെ എനിക്ക് തരണം, വേവൂരിനെ എനിക്ക് തരണം, നീറായിക്കോടിനെ എനിക്ക് തരണം, ആയൂരിനെ എനിക്ക് തരണം, പൂയപ്പള്ളിയെ എനിക്ക് തരണം, ഭദ്രാപുരത്തെ എനിക്ക് തരണം. നിങ്ങളുടെ ദേശത്തെ കൈവശമാക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളുടെ കൃപ തരുമാറാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്റെ പട്ടണം, എന്റെ ഗ്രാമം, എന്റെ ദേശം എനിക്ക് നൽകണം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ മരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരാത്മദാഹമാണ് ഇന്ന് രാത്രികാലം. ആ ആത്മദാഹത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുമാറാകട്ടെ. ഇതിലേക്ക് മടങ്ങി വരണം. ആത്മാക്കളെ നേടുന്ന പഴയ അനുഭവത്തിലേക്ക്, ആ തീവ്രതയിലേക്ക്, ആ ആത്മീയ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകള ചെറുപ്പം ശക്തിയോടെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ ആത്മാക്കളെ നേടിയാൽ ചിന്തിച്ചു നോക്കിയേ. ഇവിടെ 1000-2000 പേരുണ്ടെങ്കിൽ 2000 പേര് ഓരോ ആത്മാവിനെ ഒരു വർഷം നേടിയാൽ അടുത്ത വർഷത്തെ കണക്കെത്ര? നിങ്ങൾ പോയി 100 ആത്മാക്കളെ നേടാൻ ഒരു സഭ സ്ഥാപിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരാള് എത്ര പേരാണ്? ഒരാളെ നേടിയാൽ, ഒരു വ്യക്തി ഒരാത്മാവിനെ നേടിയാൽ, ഒരു വർഷം കൊണ്ട് ഒരാത്മാവിനെ നേടിയാൽ അടുത്ത വർഷം ഇവിടെ കൂടിയുന്ന 2000 ഉണ്ടെങ്കിൽ എത്ര വരും? 4000 പേര് വരും. ഒരു വർഷം ഒരാത്മാവിനെ നേടാൻ വലിയ പ്രയാസമുള്ളതില്ല. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ കൂടെ ഉണ്ട്. എന്നോട് ചോദിച്ചു കൊടുക്കാൻ ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ കച്ചകളെ കൈവശമാക്കി തരാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അവന്റെ ദാസന്മാരെ എഴുന്നേറ്റ് പണിയും. അങ്ങനെയാണല്ലോ ഈ ദേശത്ത് സഭ ഉണ്ടായത്. ഒരു 4 സഭകളുമായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കൃപ കൊണ്ട് 60 സഭകളെ ദൈവം തന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദേവദാസന്മാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തന മുഖാന്തരമാണ്. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. 1200 പരം ആളുകളെ ഈ സ്നാനക്കുളത്തിൽ നമ്മുടെ ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ കൃപയനുസരിച്ച്, ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് സ്നാനപ്പെടുത്തി ദൈവസഭയുടെ ചേർക്കുവാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അനേക ദേശങ്ങളെ കൈവശമാക്കാനുണ്ട്. വിശ്വാസം നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. തുടർന്ന് ദൈവത്തിന്റെ പദം നമ്മൾ ശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ വർഗീസ് എബ്രഹാം അഥവാ രാജു മേത്ര അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ത്യക്ക് പുറത്ത് ഗൾഫിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അനേക വർഷങ്ങളായി 8-9 വർഷക്കാലമായി നിരന്തരമായി നമ്മുടെ ചെറുമക്കൾ കൺവെൻഷനെ ഒരു പിടിച്ചതാണ്. ദൈവത്തിന്റെ ദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കാം, കാതുകളെ തുറക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിനെ സ്വീകരിക്കാം. കരകളെ അടിച്ച് ചെറുമക്കൾ സ്റ്റൈലില് കർത്താവിനെ സ്വീകരിക്കാം. ദൈവത്തിന് വരും ശുശ്രൂഷിപ്പാൻ വേണ്ടി. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹീത കൺവെൻഷനിൽ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയ ഈ അനുഗ്രഹീത ഭാഗ്യത്തിനായി ആയുസ്സും ആരോഗ്യവും അതിനാവശ്യമായ കൃപയും പകർന്നതോർത്ത് ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ചെറുമക്കൾ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് ഒരു പദവിയായി, ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇന്നലെ രാത്രി ഷാർജയിൽ പ്രസംഗിച്ചതുൾപ്പെടെ 49ഓളം രാത്രികൾ കേരളത്തിലും കേരളത്തിന് പുറത്തും പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ബലഹീനനായ എനിക്ക് കർത്താവ് ഭാഗ്യം നൽകി. എന്നാൽ കഴിഞ്ഞ രാത്രി ഞാൻ ഷാർജയിലും പറഞ്ഞൊരു വസ്തുതയുണ്ട്. കേരളത്തിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ ഏറ്റവും ചിട്ടയായ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ വെളിപ്പെടുന്ന, ദൈവസാന്നിധ്യം പറന്നിറങ്ങുന്ന, ദൈവ തേജസ്സിൻ്റെ മേഘം യോഗത്തിന് മീതെ നിൽക്കുന്നത് അനുഭവിച്ചറിയുന്ന പ്രത്യേക യോഗമാണ് ചെറുവക്കൽ കൺവെൻഷൻ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ സത്യസന്ധമായ സാക്ഷ്യമാണ്. ഈ ആത്മീയ നിലവാരം കർത്താവിൻ്റെ പുനരാഗമനം വരെ മേൽക്കുമേൽ ശക്തിയോടെ നിലകൊള്ളട്ടെ.
ദൈവം ഈ പ്രദേശത്ത് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ ജോൺസൺ ദാനിയേൽ അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിഫലത്തിന്മേൽ നിത്യതയെ മാത്രം ഉന്നമിച്ചുകൊണ്ട് ഭൂമിയിൽ തന്നെ ഭൗതിക സമ്പത്തുകളെ ഭൗതിക ഉല്ലാക്കോടുകൂടെ നോക്കിക്കാണാതെ കർത്താവിന് വേണ്ടി ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന ഒരു കർത്തൃദാസൻ്റെയും സഹോദരൻ്റെയും കുടുംബാംഗങ്ങളുടെയും കൂട്ട ശുശ്രൂഷകന്മാരുടെയും ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഇവിടെ വെളിപ്പെടുന്ന ഈ ആത്മീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ ഈ മേഖലയിൽ ദൈവം ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ ദൈവകരങ്ങളിൽ വീണ്ടും ശക്തിയുക്തം ഉപയോഗിക്കപ്പെടത്തക്ക വിധം മേൽക്കുമേൽ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിന് വേദവിദ്യാർത്ഥികളെ പഠിപ്പിച്ചിറക്കി കേരളത്തിനും പുറത്തും നിരവധി വയലുകളിൽ ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന സുവിശേഷകന്മാരായി ദൈവരാജ്യത്തിൻ്റെ മുന്നണി പോരാളികളായി നിർത്തുവാൻ ഈ ബൈബിൾ കോളേജിനെ ദൈവം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. തൻ്റെ വിവിധ മിനിസ്ട്രികളിലൂടെ നിരവധി ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതോർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ടുണ്ട്. ഈ പ്രവർത്തനം ഓർക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ള ഒരു പദം, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ ദൈവത്തിൻ്റെ കരം പിൻവലിക്കയില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആ പദം ആവർത്തിക്കട്ടെ. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ ദൈവത്തിൻ്റെ കരം പിൻവലിക്കയില്ല. ഇന്ന് രാത്രി ഈ യോഗത്തിലായിരിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മനസ്സുകൊണ്ട് ഏറെ ആദരിക്കുന്ന, ക്രിസ്തുവിൽ എന്നെ അതേ സഹോദരതുല്യം സ്നേഹിക്കുന്ന, ഞാൻ പിതൃതുല്യം ബഹുമാനിക്കുന്ന നിരവധി കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്. ഇന്ന് രാത്രിയിൽ അഭിഷിക്തമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത ഗായക സംഘം, അതുപോലെ കോന്നി സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ടി ദാനിയേൽ അവരുകൾ, ദൈവത്തിന് സ്തോത്രം, ചാത്തന്നൂർ ഡിസ്ട്രിക്റ്റിന് നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ ഞാൻ ഏറെ ആദരിക്കുന്ന പ്രിയപാപചായൻ കുടുംബം, അങ്ങനെ കർത്താവ് നൽകിയ എല്ലാ ആത്മീയ ബന്ധങ്ങൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവവൈദ്യന് ദൈവസന്നിധി വാകൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കും. ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിന് വർധനവുണ്ടാകുന്ന രാത്രിയാകണം. ഈ രാത്രി യോഗം പിരിയുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചില ആന്തരിക ശസ്ത്രക്രിയകൾ നടത്തുന്ന രാത്രിയാകട്ടെ. നമ്മൾ യുഗത്തിൻ്റെ അന്ത്യത്തിലേക്ക്, കാലത്തിൻ്റെ കടശി ദിനങ്ങളിലേക്ക്, ചരിത്രത്തിൻ്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് അതിവേഗം ഓടിയടുക്കുകയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത് പോലെ നിത്യതയുടെ വിധികർത്താവായ നമ്മുടെ നാഥൻ ഒരു പട്ടാള മേധാവിയുടെ ആജ്ഞാശബ്ദം പോലെ ഇവിടേക്ക് കരയേറി വരിക എന്ന ഉരത്രനാദത്തോടെ ഈ മധ്യാകാശത്തിൽ മടങ്ങി വരാൻ സമയം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉൾപ്രാവണത്തിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിലാണ് ദൈവത്തിൻ്റെ തിരുസഭ ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. നമ്മുടെ പലരുടെയും കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമുക്കൊരു വിലാപയാത്ര ഉണ്ടാകുന്നതിന് മുൻപ്, നമ്മുടെ തലമുറ മരണത്താൽ മാറ്റപ്പെടുന്നതിന് മുൻപ്, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ തേജസ്സിൽ വെളിപ്പെടുന്ന കാഴ്ച നേരിട്ട് കാണാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എൻ്റെ മുൻപിലിരുന്ന കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ എന്ന് പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടം, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ കാഴ്ചപ്പാട് വർദ്ധിക്കണം. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് വർദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. കാഴ്ചപ്പാട് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ദർശനത്തിന് വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരു സോപ്പ് കമ്പനിക്കാരൻ പറഞ്ഞതുപോലെ കണ്ടന്റിന്റെ നിലവാരം ഒന്ന് ഉയർത്തണം എന്നാഗ്രഹിച്ച് കണക്ക് പല പ്രാവശ്യം കൂട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. കണ്ടന്റിന്റെ നിലവാരം ഉയർത്തിയാൽ സോപ്പിന്റെ വില കുത്തനെ ഉയർത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ സോപ്പിന്റെ വില കുത്തനെ ഉയർത്തി കണ്ടന്റിന്റെ നിലവാരം കൂട്ടുന്നത് നഷ്ടമാകുന്നത് കൊണ്ട് അതങ്ങ് മാറ്റിവെച്ചിട്ട് കവറിങ്ങിന്റെ ഗ്ലേസിങ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ 10-25 വർഷമായി, കഴിഞ്ഞ 10 വർഷമായി, കഴിഞ്ഞ 15 കൊല്ലമായി വിശ്വാസയാത്രയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കണ്ടന്റിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അതോ കവറിങ്ങിന്റെ ഗ്ലേസിങ്ങിനെ മാറ്റം ഉണ്ടായിട്ടുള്ളോ?
ഇന്ന് രാത്രി നിത്യതയുടെ ദർശനം അകക്കണ്ണുകളിൽ ഉറച്ച ഒരു ദൈവപൈതൽ ഉണ്ടെങ്കിൽ ഈ മണ്ണിനേക്കാൾ അവർ വിണ്ണിനെ വലുതായി കാണും. സ്തോത്രം. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ കച്ചവട ചരക്കാക്കുന്ന ഈ കാലഘട്ടത്തിൽ ദർശനം പ്രാപിച്ച ഒരുപറ്റം ഭക്തന്മാരെ ദൈവം ഈ തലമുറയിൽ അന്വേഷിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ച് മതിച്ച് പുളച്ച് രസിച്ച് എല്ലാം വാരിക്കൂട്ടി ഇവിടെ സുഖമായി കഴിഞ്ഞിട്ട് മരണത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നമ്മെ കാത്തിരിക്കുന്നതെങ്കിൽ നമ്മെ പോലെ അരിഷ്ടർ രണ്ടാമതൊരാളില്ലെന്നും എന്നാൽ ഒരു കഷണം അപ്പത്തിനായി ഇവിടെ ഇരക്കേണ്ടി വന്നാലും മരണത്തിനപ്പുറത്ത് എൻ്റെ നാഥന്റെ മാർവാണ് എനിക്ക് കാത്തിരിക്കുന്നതെങ്കിൽ എന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്നും അകത്ത് ദർശനം പ്രാപിച്ച ദൈവമക്കളുടെ കാഴ്ചപ്പാടിന്ന് രാത്രി ഒരു പടി കൂടെ ഉയരണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളോട് ഇടപെടട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ച ഈ രാത്രി കൊതിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി ആത്മീയ വളർച്ച കൊതിക്കുന്ന ദൈവമക്കൾ ഏകാഗ്രതയോടെ പ്രാർത്ഥനയിൽ ആയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാടല്ല പ്രായമുള്ളവരുടെ കാഴ്ചപ്പാട്. കൊച്ചു കുഞ്ഞുങ്ങൾ ഈ ട്രെയിനിൽ ഒക്കെ യാത്ര ചെയ്യുന്ന സമയം മാതാപിതാക്കൾ അവരുമായി കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ കമ്പാർട്ട്മെന്റിന്റെ റൂമിലേക്ക് ഈ ചിന്തി സാധനങ്ങൾ അഥവാ കുഴലും ഊത്തും ബലൂണും പമ്പരവും പടവുമായിട്ടൊക്കെ ആളുകൾ അകത്തോട്ട് കയറി വരുന്ന സമയം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കയ്യിൽ പിടിച്ച് ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? കൈയൊന്ന് വിട്ടുപോയാൽ ഇവത്തിങ്ങൾ അതിന്റെ മുകളിലോട്ടങ്ങ് മറിയും. സ്തോത്രം. എന്നാൽ ഈ സമയം 70, 78, 80 വയസ്സ് പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നോക്കണം, അവർക്ക് ഒരു വൈകാരികതയും ഇല്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞ് തൂക്കിയ വായിനകത്ത് കുറച്ച് ബുക്സുകളുമായി സാഹിത്യ ഗ്രന്ഥങ്ങളുമായി ഒരാൾ അതിനകത്തോട്ട് കയറി വരുന്നിരിക്കട്ടെ. വായനാശീലമുള്ള ആളുകൾ അങ്ങോട്ട് അടുക്കും. പക്ഷെ കുട്ടികൾക്ക് അവിടെ ഒരു താല്പര്യവുമില്ല. കാരണം എന്താ? രണ്ട് കാലഘട്ടങ്ങളിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണിത്. എന്തിന്? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ മുറിയിൽ ഉറങ്ങുന്ന മുറിയുടെ ഭിത്തിയിൽ ചെന്ന് നോക്കിയാൽ സച്ചിൻ തെണ്ടുൽക്കറുടെയും പിന്നെ ന്യൂ മോഡൽ കാറിന്റെയും ഒക്കെ ഫോട്ടോ വെട്ടി ഒട്ടിച്ചിരിക്കുന്നത് കാണില്ലേ? എന്നാൽ 65, 70, 78 വയസ്സ് പ്രായമുള്ള നമ്മുടെ അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെയും മുറിക്കകത്ത് നോക്ക്, വല്ല തെണ്ടുൽക്കറുടെയും ഫോട്ടോ അതിനകത്തുണ്ടോ? കാരണം പ്രായത്തിനനുസരിച്ച് കാഴ്ചപ്പാടിന് മാറ്റമുണ്ട്. ഇന്ന് രാത്രി വളർച്ച പ്രാപിച്ചതിന്റെ ലക്ഷണമാണ് നിന്റെ കാഴ്ചപ്പാടിന്റെ മാറ്റം. ഈ രാത്രി നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന രാത്രിയാകണം. നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന രാത്രിയാകണം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിനങ്ങളിൽ ഇടപെടുന്ന ഏറ്റവും ഗൗരവമേറിയ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മത്തായി 24-ന്റെ 36 മുതൽ 39 വരെ. ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രൻ കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. നമുക്കൊരു നിമിഷം തലങ്ങളെ അടക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ ദൈവസന്നിധിയിൽ. എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ഉയരട്ടെ. എല്ലാ അധരങ്ങളും സ്തോത്രത്തോടെ ഉയരട്ടെ. ഇന്ന് രാത്രി ഇവിടെ ഒരുപറ്റം പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നിത്യതയുടെ ദർശനം ഉറയ്ക്കണം. അഭിഷിക്തർ എല്ലാവരും ആത്മനിറവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ദൈവ തേജസ്സിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, അഭിഷേകത്തിന്റെ ഒരു വലിയ പകർച്ച ഇന്ന് രാത്രി ഇതിനകത്ത് കൊതിക്കുന്ന ദൈവമക്കൾ അനുഭവിപ്പാൻ തുടങ്ങുകയാണ്.
കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ, ആന്തരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്താൻ യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ദൈവകൃപയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ പണം ഉയർത്തുന്ന ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ഒരു ജയം വ്യാപരിക്കുന്ന രാത്രിയാണ്. എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എന്റെ മുൻപിലിരിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കളും അഭിഷിക്തമായ അല്പമിനിറ്റുകൾ പ്രാർത്ഥനയിൽ ജാഗരിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് ദൈവത്തിന്റെ വചനം തുറന്ന് പ്രസംഗിച്ചപ്പോൾ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം ആ മേഖലയെ അടക്കി വാണ ഇരുട്ടിന്റെ ശക്തികളെ ബന്ധിക്കാൻ അവിടെ വ്യാപരിച്ച വചനത്തിന്റെ ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഉയരുന്ന വചനത്തിന്റെ പുറകിൽ ചില ദൈവപ്രവർത്തികൾ നടക്കേണ്ടതിന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അധരം പൂട്ടിയിരിക്കാതെ പ്രാർത്ഥനയിൽ പോരാടട്ടെ. ഓരോ നാവുകളും പ്രാർത്ഥനയിൽ കത്തട്ടെ. എല്ലാ കൃപ ലഭിച്ച ദൈവമക്കളും ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എത്ര പ്രിയപ്പെട്ടവരുടെ നാവുകൾ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരും. ഈ രാത്രി കർത്താവിന്റെ കരം ഇവിടെ വ്യാപരിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ, നരക കവാടങ്ങൾക്ക് നേരെ, പാതാള ഗോപുരങ്ങൾക്ക് നേരെ, സാത്താന്റെ ഒടുങ്ങാ പകയ്ക്ക് നേരെ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചിറങ്ങുന്ന രാത്രിയാണ്. ദൈവജനം ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ മുൻപിൽ കേൾവിക്കാരിൽ നിത്യതയുടെ ദർശനം ഉറയ്ക്കുന്ന രാത്രിയാക്കട്ടെ. കാൽവറിയിലെ രക്തത്തിന്റെ തുള്ളികൾ ചില വ്യക്തികളെ ഇന്ന് രാത്രി ഇവിടെ കഴുകണമേ കർത്താവേ. ദൈവ വചനമാകുന്ന ആത്മീയ ഭക്ഷണം എടുത്ത് കഴിക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ കടുങ്കെട്ട് വീണ കുടുംബ വിഷയങ്ങളാൽ മനസ്സ് തളർന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ വേദിയിൽ ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുന്ന വേളയിൽ തന്നെ ഏലിയാവിനെ തട്ടി ഉണർത്തി ഒരു പുത്തൻ ബലത്തോടെ അവനെ നടത്തിയ ദൈവശക്തി അവരുടെ സിരകളിൽ വ്യാപരിച്ച് ഒരു പുതിയ അഭിഷേകത്തോടെ ഈ രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങത്തക്ക വിധം ദൈവപ്രവൃത്തിയുടെ വ്യാപരിക്കട്ടെ. ദൈവാത്മാവ് അതിവിടെ ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ദൈവാശ്രയത്തോടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ഏറ്റവും ശ്രദ്ധേയമായ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഭേദഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി സഹർഷം സ്വാഗതം ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചന വസ്തുതകളുടെ ചിത്രീകരണങ്ങൾ ഏറ്റവും ആഴമായി നൽകിയിരിക്കുന്ന 3 അധ്യായങ്ങൾ പ്രസക്തങ്ങളാണ്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ 3 അധ്യായങ്ങൾ യുഗാന്ത്യ സംഭവങ്ങളുടെ പ്രതിപാദനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഏറ്റവും ഗൗരവമേറിയ പുനരാഗമന പ്രബോധനം നിറഞ്ഞ ഈ ഭാഗം നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക്, ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു ചരിത്ര പശ്ചാത്തലം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അനാവരണം ചെയ്ത് എന്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെഥാനിക്കും ബെത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കയറി യെരൂശലേമിലേക്ക് ചെല്ലുകയാണ്. യെരൂശലേമിലേക്കുള്ള യേശുവിന്റെ ഈ സമയത്തെ വാഹനമൃഗം ഒരു കഴുതയാണ്. കഴുത ആ കാലഘട്ടങ്ങളിലെ പ്രവാചക വാഹനമൃഗമാണ്. യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗിക പദവിയിൽ യേശു ആ ജനതയുടെ യഹൂദൻ എന്ന ലോകഗതിയുടെ നാഴികക്കല്ലും മാനവ ചരിത്രത്തിന്റെ നട്ടല്ലും കാലഗതിയുടെ കാതലും വേദപുസ്തകത്തിന്റെ കൈകാര്യകർത്താക്കളും കാവൽക്കാരും എഴുത്തുകാരുമായ ദൈവത്തിന്റെ ഈ പ്രത്യേക ജനതയുടെ പ്രവാചകൻ എന്ന തലത്തിലാണ് അവൻ കഴുതമേൽ കയറി യെരൂശലേമിലേക്ക് ചെല്ലുന്നത്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്തിൽ വരത്തക്ക വിധത്തിൽ വെള്ളി കൊണ്ടും പൊന്നു കൊണ്ടും തങ്കം കൊണ്ടും യെരൂശലേമിൽ പണിതുയർത്തിയ ജെറുസലേം ദൈവാലയം എന്ന ആ പുരാതന ദൈവാലയത്തിന്റെ നടുമുറ്റത്തെത്തിയപ്പോൾ
ചാട്ടവാർ ചമ്മട്ടി പ്രയോഗം നടത്തത്തക്ക വിധം അവിടെ അശുദ്ധിയുടെ കച്ചവടം യേശു കാണുന്നു. അതോടുകൂടെ യേശു പ്രതികരിക്കുന്നു. അത് ദേവാലയ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അത് പുരോഹിതന്മാർക്കുള്ള ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ ആ ജനതയുടെ പുരോഹിതൻ എന്ന പദവിയോടെ യേശു ഇപ്പോൾ യെരൂശലേമിലെത്തിയിരിക്കുന്നു. ഇനിയും യേശു ഒറ്റയ്ക്കല്ല ചെല്ലുന്നത്. അതെ, യഹൂദ കുലരാജ സിംഹം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദ രാജാവായിട്ട് യേശു എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ പരിവാര സമേതമാണ് എത്തിയിരിക്കുന്നത്. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. യാത്രാമൃഗം ആയ കഴുത പ്രവാചകൻ എന്ന തന്റെ സ്ഥാനത്തെയും, ദേവാലയ ശുദ്ധീകരണം പുരോഹിതൻ എന്ന തന്റെ സ്ഥാനത്തെയും, ദേവാലയത്തിലേക്ക് പരിവാരത്തോടെ എത്തിയത് രാജാവ് എന്ന തന്റെ സ്ഥാനത്തെയും വ്യക്തമാക്കിക്കൊണ്ട് യേശുവിന്റെ നഗരപ്രവേശനം. പക്ഷേ അവിടുത്തെ മതത്തിന്റെ നേതാക്കന്മാർ യേശുവിനോട് ചോദിച്ചു, തനിക്ക് എന്താണോ ഇവിടെ കാര്യം? നമ്മുടെ നാടൻ ഭാഷയിൽ അങ്ങനെ ചോദിച്ചു. യേശു യെരൂശലേമിനോട് യാത്ര പറയുകയാണ്. പറയുന്ന വിടവാങ്ങൽ വാക്കുകൾ കല്ലിൽ എഴുതാവുന്ന പദങ്ങൾ പോലെ പഴയ തലയധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിലുണ്ട്. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ ഭവനം ശൂന്യമായി പോകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാവചനിക വിടവാങ്ങൽ പ്രയോഗത്തോടുകൂടെ യേശു യെരൂശലേമിനോട് യാത്ര പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ദേവാലയ കുന്നിന്റെ ഉച്ചിയിൽ നിന്നും തൊട്ടു താഴേക്ക് ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നും ഉള്ള ആ പഴയ പാരമ്പര്യം നിലനിർത്തുന്ന ആ ഒലിപ്പത്തോടിന്റെ മാതൃക ഇന്നുമുള്ള ദേവാലയത്തിലെ യാഗ ഉച്ഛിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ഒലിപ്പത്തോടായ കിദ്രോൻ തോട് കുറുകെ മുറിച്ച് ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ അവന്റെ പരിശുദ്ധ പാദസ്പർശനത്താൽ കിഴക്ക് പടിഞ്ഞാറായി പൊട്ടിക്കീറാനുള്ള ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുന്ന ആ ഒലിവുമലയുടെ ഉച്ചിയിലേക്ക് യേശു നല്ല ശിഷ്യന്മാരും കൂടെ നടന്നു കയറുകയാണ്. AD 30 ഏപ്രിൽ മാസം 4-ാം തീയതി ഉച്ച കഴിഞ്ഞ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്ന അന്നേ ദിവസം ഉച്ച കഴിഞ്ഞെങ്കിൽ അസ്തമന സൂര്യന്റെ ചെങ്കതിരികൾ യെരൂശലേം ദൈവാലയത്തിന്റെ താഴികക്കുടത്തിൽ തട്ടി പ്രതിഫലിച്ച് യെരൂശലേം ദൈവാലയം ഒരു കനക കൊട്ടാരം പോലെ, തങ്കക്കുട കെട്ടിടം പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ചരിത്രം പഠിച്ചാൽ 64 വർഷം കൊണ്ട് ഹെരോദേസ് പുതുക്കിപ്പണി നടത്തിയ രത്നതുല്യം വെട്ടിത്തിളങ്ങുന്ന കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ഒരു സ്വർണ്ണ മുന്തിരിക്കൊല യഹൂദ അനുഭാവിയായ ഹെരോദേസ് സംഭാവന ചെയ്തത് ദേവാലയത്തിന്റെ കിഴക്കേ പ്രവേശന കവാടത്തെ അലങ്കരിച്ച് തങ്കത്തിളക്കത്തിൽ ദൈവാലയം ജ്വലിച്ചു നിൽക്കുന്ന സമയം ദേവാലയത്തിന്റെ മറുവശത്ത് ഉയർന്നു നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് നല്ല ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന്റെ ശ്രദ്ധ മനോഹരമായ ദൈവാലയത്തിന്റെ ശില്പ ഭംഗിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നോക്ക്, എത്ര സുന്ദരമായിരിക്കുന്നു ദൈവാലയം. പുറത്തെ ഭംഗി കണ്ട് മാർക്കിട്ട ശിഷ്യന്മാരുടെ നടുവിൽ അകത്തെ പാപത്തിന്റെ കറ കണ്ട് ന്യായം വിധി കൽപ്പിച്ച യേശു പറഞ്ഞു, ഇതൊക്കെയും കാണുന്നില്ലയോ? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരും. ഒരു ദൂതി രാത്രി പറയട്ടെ, പുറത്തെ ഭംഗിയല്ല യേശുവിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. പുറത്ത് എത്ര ഭംഗിയുണ്ടെങ്കിലും അകത്ത് വിശുദ്ധി ഇല്ലെങ്കിൽ അടിത്തറ തകർക്കുന്ന യേശുവാണ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു. പുറത്തെ ഭംഗിയല്ല അവന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിന്? യേശു പറയുന്ന പ്രാവചനിക വാക്കുകളുടെ മുൻപിൽ യേശുവിന്റെ അടുക്കൽ ഉദ്യോഗഭരിതരായ ശിഷ്യന്മാരെത്തി, ഗുരു നീ പറഞ്ഞല്ലോ അത് സംഭവിക്കുമെന്ന്. അതെപ്പോൾ സംഭവിക്കും? നിന്റെ പുനരാഗമനത്തിനും ഈ യുഗത്തിന്റെ അന്ത്യത്തിനും അടയാളം എന്താണ്? ആ വസ്തുതകൾ ഞങ്ങൾക്കൊന്ന് അറിയണം. കർത്താവ് വസ്തുതകളെ ചരിത്രവും പ്രവചനവും തമ്മിൽ കോർത്തിണക്കി അവതരിപ്പിച്ചു തുടങ്ങുന്നു. എന്നിട്ട് വിശദീകരണങ്ങളിലേക്ക് വരുന്നു. ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടങ്ങളിൽ ഉണ്ടാകും. പക്ഷേ ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഒരു പ്രത്യേക ഘട്ടം ഞാൻ പറയാം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അതോടുകൂടെ ഈറ്റുനോവ് തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകാൻ സമയം അടുത്തു വരും.
എന്നാൽ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ദശാസന്ധിയിൽ ഒരു പ്രത്യേക സംഭവം നടക്കും. ജാതി ജാതിയോട് ഏറ്റുമുട്ടും. അത് മാത്രമല്ല, രാജ്യം രാജ്യത്തിനു നേരെ യുദ്ധത്തിന് അണിചേരും. അതോടുകൂടെ ആരംഭിക്കും. എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക ഘട്ടത്തെ യേശു വിശദീകരിക്കുന്നു. ആ വാക്യത്തെ പറഞ്ഞു പരിചയിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് അതിന്റെ വ്യത്യാസം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം ജാതി ജാതിയോട്, ജെൻഡയിൽ ജെൻഡയിലിനോട് ഏറ്റുമുട്ടിയിട്ട് അതിന്റെ പുറകിൽ രാജ്യങ്ങൾ അണിചേരുന്ന ഒരു കൊടിയ യുദ്ധം ചരിത്രത്തിൽ നടക്കും. അതോടുകൂടെ ചരിത്രത്തിൽ ആദ്യമായി ഇറ്റുനോവ് തുടങ്ങും. എന്താണ് ഇറ്റുനോവ്? ഒരമ്മയുടെ ഗർഭവേദന, അതാണ് ഇറ്റുനോവ്. എന്തിന്? അത് ഒരുമിച്ചല്ല വരുന്നത്, ഇടവിട്ടിടവിട്ട് വരും. ഒടുവിൽ ഒരു കൊടിയ വേദനയോടെ ഒരു പുതിയ കുഞ്ഞിന് ജന്മം നൽകും. അങ്ങനെയാണെങ്കിൽ ആ ചരിത്രത്തിന് ഇറ്റുനോവ് കിട്ടുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. അത് മറ്റൊന്നല്ല, ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യങ്ങൾ അതിന്റെ പുറകിൽ അണിചേരുന്ന ഒരു യുദ്ധം ചരിത്രത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ കായീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് രണ്ട് മഹായുദ്ധങ്ങൾ 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധം, 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങളുടെയും പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇതിൽ രാജ്യം രാജ്യത്തോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി ജാതി ജാതിയോട് യുദ്ധം തുടങ്ങിയിട്ട് ഈറ്റുനോവ് ആരംഭിച്ച യുദ്ധമായിരുന്നു. ഞാനിങ്ങനെ പറയട്ടെ, ആസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോ തന്റെ ഭാര്യ സോഫിയയോടൊപ്പം അവരുടെ 14ാമത്തെ വിവാഹ വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് ഒരു യാത്ര പോകുന്ന സമയം, ആ യാത്രക്കിടയിൽ വെച്ച് ഒരു സോർബിയക്കാരൻ ഒരു ഗ്രാനൈഡ് എടുത്ത് ഈ രാജാവിന്റെ യാത്രാ വാഹന വ്യൂഹത്തിന് നേരെ വലിച്ചെറിഞ്ഞു. അത് പൊട്ടിത്തെറിച്ചതോടുകൂടെ അത് ഫെർഡിനാൻഡോയുടെ അംഗരക്ഷകരിൽ പ്രധാനപ്പെട്ടയാൾ മുറിവേറ്റ് വീണു. 20ഓളം ആളുകൾ ചോരയിൽ കുളിച്ചു. അവരെ ആശുപത്രിയിലേക്ക് നീക്കി. ഫെർഡിനാൻഡോയും ഭാര്യയും അവരുടെ വിവാഹത്തിന്റെ 14ാം വാർഷികത്തിൽ ആ സംഭവത്തിന് നടുവിൽ നിന്നും ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വെടിയേറ്റ് വീണത് കൊണ്ട്, മുറിവേറ്റ് വീണത് കൊണ്ട് ആശുപത്രിയിലേക്ക് കാർ തിരിച്ചു വിട്ടു. ആശുപത്രിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഒരു വഴിവക്കിൽ വണ്ടി നിർത്തിയപ്പോൾ ഒരു സർബിയക്കാരൻ, ദൈവത്തിന് സ്തോത്രം, ഒരു തോക്കെടുത്ത് ഫെർഡിനാൻഡോയെയും ഭാര്യയെയും വണ്ടിക്കകത്ത് വെച്ച് വെടിവെച്ചു മലർത്തി. പരസ്പരം കെട്ടിപ്പിടിച്ച് ചോരയിൽ കുളിച്ച് ഇവർ രണ്ടുപേരും ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ, തൊട്ടടുത്ത പള്ളികളിൽ പള്ളിമണി അടിച്ചപ്പോൾ ഏതാണ്ട് ലക്ഷങ്ങളെ കൊന്നുകൂട്ടുന്ന മഹായുദ്ധത്തിന്റെ മരണമണിയാണ് ഇവിടെ മുഴങ്ങാൻ പോകുന്നത് എന്നാരും അറിഞ്ഞിരുന്നില്ല. 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധം 100 ലക്ഷം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. 1939 മുതൽ 45 വരെ രണ്ടാം ലോക മഹായുദ്ധം 550 ലക്ഷം പേർ ലോകത്തോട് യാത്ര പറഞ്ഞു. വേദപുസ്തക പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ചരിത്രത്തിന് ഇറ്റുനോവ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ മുൻപിൽ ഇരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളുടെ മുൻപിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈറ്റുനോവ് കിട്ടിയ തലമുറയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ. തലമുറ അതിന്റെ അന്ത്യഘട്ടത്തിൽ അടുക്കുകയാണ്. ഈ സമയം പുനരാഗമനത്തിന് സമയം എപ്പോഴാണ്? ആ സമയത്തെ കുറിച്ച് യേശു വിശദീകരിക്കുകയാണ്. ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. എന്നാൽ ആ സീസൺ ഞാൻ നിങ്ങളോട് പറയാം. എന്താണ് ആ സീസൺ എന്ന്? ആ സീസൺ ഒരു പ്രത്യേക കാലഘട്ടത്തെ നിങ്ങളുടെ മുൻപിൽ ഞാനത് വയ്ക്കാം. ആ കാലഘട്ടം നിങ്ങളുടെ കൺമുൻപിൽ അതുപോലെ കാണുമ്പോൾ ഞാൻ വാതുക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കണമേ. വേദപുസ്തകം സമഗ്രമായി നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചാൽ മനുഷ്യവർഗത്തുള്ള ദൈവത്തിന്റെ ഇടപാടും കാലങ്ങളെ വ്യത്യസ്ത ഘടകങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ നിഷ്കൽമഷ യുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, ഇങ്ങനെ യുഗകാര്യ പരിപാടിയുണ്ട്. അതിൽ രണ്ടാമത്തെ യുഗമായ നിഷ്കൽമഷ യുഗം ഏദൻ പറുദീസയിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്യ പ്രളയം വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നടന്ന അത്യുഗ്രമായ 2 അത്യാഹിതങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവം
ആകാശത്തിന്റെ ജലശേഖരം തകർന്ന് പ്രളയജലം താഴേക്ക് ഇരമ്പി ഇറങ്ങി. രണ്ടാമത്തെ സംഭവം, ഭൂഗർഭ ജലയറകൾ തകർന്ന് വെള്ളം മുകളിലേക്ക് ഇരമ്പി പൊങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ കൂടെ പ്രളയജലം കയറി ഇറങ്ങി. എന്നാൽ ഇത് നടക്കുന്നതിന് മുൻപ് ഒരു വെൺകീർ മേഘം പോലും ആകാശത്ത് പൊങ്ങി കണ്ടില്ല. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വെൺകീർ മേഘം പോലും ആകാശത്ത് അടയാളമായി പൊങ്ങി കാണാതിരിക്കെ ഈ മഹാസംഭവം ആ ചരിത്രത്തിന് അന്തം കുറിച്ചെങ്കിൽ അധികം താമസിക്കാതെ ലോക ചരിത്രം ഒരു ദിശയിലേക്ക് മാറാൻ തുടങ്ങുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, അധികം തെളിവുകളൊന്നും മുൻപിലില്ലെങ്കിലും അരുളപ്പാടിനെ പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ സംഘം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ വാഗ്ദത്ത നിവർത്തി കാണുന്ന ദിവസങ്ങളിലേക്ക് സംഭവം എടുക്കുകയാണ്. എന്താ കാലഘട്ടം? നോഹ അപ്പച്ചനോട് ദൈവം പറഞ്ഞു, മോനെ ഒരു പെട്ടകം ഉണ്ടാക്കണം. ചുരുക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ അളവിലെടുത്ത് ധരിച്ചാൽ ഒരു 500 അടി നീളവും ഒരു 450 അടി 500 അടി നീളവും ഏതാണ്ട് 100 അടിയോളം വീതിയും 75 അടി പൊക്കവുമുള്ള ഒരു വലിയ പത്തേമാരി, ഒരു വലിയ കപ്പൽ നോഹയപ്പച്ചൻ ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പച്ചൻ പ്രസംഗം തുടങ്ങി. നാട്ടുകാരെല്ലാരും പെട്ടകത്തിൽ കയറിയില്ലേലും വീട്ടുകാര് പെട്ടകത്തിൽ കയറി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാടൊക്കെ നടന്ന് പ്രസംഗിച്ചിട്ട് നാട്ടുകാരെ ഒന്നും പെട്ടകത്തിൽ കയറ്റാൻ പറ്റിയില്ലേലും അവനവന്റെ വീട്ടുകാര് പെട്ടകത്തിലുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവദാസനോട് ചോദിച്ചു, എന്നെ അതിനുള്ള കാര്യം. ഞാൻ പറഞ്ഞ അപ്പച്ചന്റെ കൈയും വായും തമ്മിലുള്ള സത്യസന്ധത നാട്ടുകാരെക്കാട്ടിൽ നന്നായിട്ട് അറിയാവുന്നത് വീട്ടുകാർക്കാണ്. ഇന്ന് പല അപ്പച്ചന്മാരുടെയും മക്കൾ പെട്ടകത്തിൽ കയറാത്തതിന്റെ കാരണം അപ്പച്ചന്റെ തനിതരം മക്കൾക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്തിന്? ദൈവത്തിന്റെ ദാസന്റെ മുൻപിൽ എന്റെ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 വലിയ അത്യാഹിതങ്ങൾ ഈ തലമുറയിൽ ദൈവം തുറന്നു വെച്ചു. ഒന്ന്, ആകാശത്തിലെ ജലശേഖരത്തെ ദൈവം പൊട്ടിത്തകർത്തു, പ്രളയജലം താഴേക്ക് ഇരമ്പി ഇറങ്ങി. 2, ഭൂഗർഭ ജലയറയെ ദൈവം തകർത്തു, വെള്ളം മുകളിലേക്ക് ഇരമ്പി പൊങ്ങി. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്നും ആ പെട്ടകം പൊങ്ങാൻ തുടങ്ങി. പൊങ്ങിയിട്ട് അവിടുന്ന് 500-600 മൈൽ അപ്പുറത്ത് ടർക്കിയുടെ അതിർത്തിയിൽ ഇറാഖിന്റെ ബോർഡറിൽ കൂടെ ഉയരുന്ന ഇന്നും ചരിത്ര വിസ്മൃതികൾ പേറി നിലവിലുള്ള അറാറാത്ത് എന്നറിയപ്പെടുന്ന ആ പർവ്വതത്തിന്റെ ഉച്ചിയിൽ 2ാം ലോകമഹായുദ്ധകാലത്ത് വൈമാനികർ നിരീക്ഷിച്ച് കാർബൺ ടെസ്റ്റിൽ 6000-ലധികം കൊല്ലത്തിന്റെ പഴക്കം രേഖപ്പെടുത്തിയ പുരാതന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ, മണ്ണ് മൂടിക്കിടക്കുന്ന, വർഷത്തിന്റെ 9 മാസം മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ അറാറാത്ത് എന്ന പർവ്വതത്തിന്റെ ഉച്ചയിൽ ഈ പെട്ടകം ചെന്നുറച്ചു. അതിനകത്ത് നിന്ന് നോഹയും കുടുംബവും പുറത്തു വന്നത് ഒരു ചരിത്ര സത്യമാണെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കേൾക്കണം. ഒരു തെളിവും കൺമുൻപിലില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ കരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിച്ചാൽ സ്വർഗത്തിന്റെ കോണിലിരുന്ന് ഉറക്കം തൂങ്ങുന്നവനല്ല ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണട്ടെ. നീതിയോടെ വിധിക്കുന്ന ജഡ്ജിയായി അവന്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നു. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളെ, മനുഷ്യന്റെ പാപത്തിന് ഈ പ്രകൃതിയെ കൊണ്ട് കണക്ക് തീർക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ഇതിന് പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണട്ടെ. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ നമ്മൾ അതിനൊരുത്തം മാറ്റിയാൽ, നമ്മെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ ഇവിടെ പോലീസുകാരൻ കൈക്കാശുമായി നമ്മൾ പോവുകയില്ല. നമ്മുടെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ടെലഫോൺ വെക്കും, അപ്പച്ചന് നമ്പർ ഡയൽ ചെയ്യും. 24 മണിക്കൂർ കൊണ്ട് നിന്റെ വിഷയത്തിന് മറുപടി ഡൽഹിയിൽ നിന്നുണ്ടാകുമെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവവേദനെ, നിന്റെ കണ്ണുനീർ തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിനക്ക് വേണ്ടി നടപടിയെടുക്കാൻ ഒരു കോടതി ഇതിന്റെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണട്ടെ. മനുഷ്യന്റെ പാപത്തിന് പ്രകൃതിയെ കൊണ്ട് ന്യായം വിധിക്കുന്ന
നിരത്താനുണ്ടെങ്കിലും ലോക ചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായി ഇന്ന് ആളിപ്പഴുന്ന മഹാരോഗമാണ് എയ്ഡ്സ്. അക്യൂണോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ദശലക്ഷങ്ങളെ ഇത് സ്വാധീനിച്ച് ഭയാശങ്കകൾ വരുത്തി വ്യാപിക്കുകയാണ്. എന്തിന്? എയ്ഡ്സിനെ കുറിച്ചുള്ള ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായി എയ്ഡ്സ് തുടങ്ങിയത് എവിടെയാണ്? നിരീക്ഷകരും റിപ്പോർട്ടുകൾ വായിക്കുന്നവരുമായ ആളുകൾ പറയും, ആഫ്രിക്കയിൽ കുരങ്ങുകളിൽ ഉത്ഭവിച്ച് മനുഷ്യ സമുദായത്തിൽ കയറിയ ഒരു മാരക വൈറസാണ് എയ്ഡ്സ്. പക്ഷേ 1981 12ഓളം കനേഡിയൻ യുവാക്കന്മാരിൽ എയ്ഡ്സ് എന്ന മാരക രോഗം കണ്ടെത്തുന്നത് വരെ ഇതിന്റെ ഉത്ഭവം എവിടെയാണ് എന്ന് ശാസ്ത്രലോകം അന്വേഷിച്ചിട്ടില്ല. എന്നാൽ 81 ഈ രോഗം 12ഓളം അമേരിക്കൻ യുവാക്കന്മാർക്ക് കിട്ടിയതോടെ അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള അന്വേഷണം തുടങ്ങി. നിങ്ങൾ എൻസൈക്ലോപീഡിയയിൽ പരതിയാൽ എയ്ഡ്സ് എന്ന രോഗത്തിന്റെ തുടക്ക ഖണ്ഡികയിൽ ഇങ്ങനൊരു ഭാഗം കാണാം. പച്ചപ്പട്ടു വിരിച്ചതുപോലെ കേരളത്തിന് തത്തുല്യമായി കിടക്കുന്ന കരീബിയൻ മേഖലയിലെ പ്രോട്ടോ പ്രിൻസ് തലസ്ഥാനമാക്കിയ സ്ഥലത്ത് 80കളിൽ ആധിപത്യം പുലർത്തി മനുഷ്യ സമുദായത്തിൽ ആളിപ്പടർന്ന മാരക രോഗമാണ് എയ്ഡ്സ്. നിങ്ങൾ ഇന്ന് രാത്രി ഓർക്കുക, 81 12 അമേരിക്കൻ യുവാക്കന്മാർക്ക് ഈ മാരക രോഗം ഹെയ്ത്തിയിൽ നിന്ന് അത് കിട്ടിയെങ്കിൽ 80കളിൽ ഹെയ്ത്തിയുടെ സംസ്കാരം എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം ഒരു കാര്യം ഓർക്കണം, എവിടെ പാപമുണ്ടെങ്കിലും അതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കും ന്യായവിധിക്കായി. ഈ വർഷത്തിന്റെ ജനുവരിയിൽ നമ്മളെല്ലാവരും ഒരു ചൊവ്വാഴ്ച ഗാഢമായി ഉറങ്ങുമ്പോൾ എന്റെ ദൈവം ഹെയ്ത്തിയെ ഒന്ന് പിടിച്ചു കുലുക്കി. എന്തിന്? 4.5 ലക്ഷം പേരെ ഹെയ്ത്തിയുടെ ആർവിടം പിളർന്ന് അടിയിലേക്ക് വിഴുങ്ങി 70,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനം ചെറുവക്കൽ കൺവെൻഷനിൽ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ പാപം ഇവിടെ പെരുകുമ്പോൾ പ്രകൃതിയെ കൊണ്ട് ഈ മണ്ണിനോട് കണക്ക് തീർക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും ചലിക്കുന്നുണ്ട്. അതിനെ തടയാൻ ഒരുത്തരും പറ്റില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണട്ടെ. ഈ രാത്രി ഉയരത്തിൽ അവൻ ജഡ്ജിയായി വസിക്കുന്നു. ആ കരം ഒന്നിനാലും നിയന്ത്രിക്കപ്പെടുന്നില്ല. എന്റെ ദൈവത്തിന്റെ കരം ഒരു പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ ചലിക്കുകയാണ്. ഇന്ന് രാത്രി ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണുയർത്തി നോക്കണം. കുറ്റം പറയുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ വിവേചനത്തോടെ ഈ വിഷയം ശ്രദ്ധിക്കണം, ഏകാഗ്രതയോടെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാത്തിനും കുറ്റം പറയുന്നവരല്ല ഞങ്ങൾ. ഒരിക്കൽ ഒരു ഭർത്താവ് എന്തോ കൊടുത്താലും, ഭാര്യ എന്തോ ഉണ്ടാക്കി കൊടുത്താലും കുറ്റമാണ് എന്ന് പറഞ്ഞാൽ, മുട്ട പുഴുങ്ങി കൊടുത്താൽ പുള്ളിക്ക് വാട്ടി കിട്ടണം, വാട്ടി കിട്ടിയാൽ പുള്ളിക്ക് പുഴുങ്ങി കിട്ടണം. അങ്ങനെ ഇരിക്കെ ഈ സഹോദരി ഒരെണ്ണം വാട്ടിയും ഒരെണ്ണം പുഴുങ്ങിയും കൂടെ കൊണ്ടു കൊടുത്തു. അപ്പോ ഈ പുള്ളിക്കാരൻ നോക്കിയച്ച് പറയുക, വാട്ടേണ്ടത് പുഴുങ്ങി, പുഴുങ്ങേണ്ടത് വാട്ടി. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? ഇതുപോലെ എല്ലാത്തിനും കുറ്റം പറയുന്ന ചില ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി എല്ലാത്തിനും കുറ്റം പറയാനല്ല ഞങ്ങൾ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു സംസ്കാരത്തിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് ഉയർത്താൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ചെറുവക്കൽ ഗ്രൗണ്ടിലാണെങ്കിലും നിങ്ങളൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്തി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ആ കാലഘട്ടം വിശദീകരിച്ച് കഴിയുമ്പോൾ എന്റെ പ്രസംഗം അവസാനിക്കും. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ ഒരു സുവിശേഷ യോഗത്തിൽ ഈ കായിന്റെ പശ്ചാത്തലമെല്ലാം വർണ്ണിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയം, യോഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഒരു ചെറുപ്പക്കാരനോടെന്ന് പറഞ്ഞു, നിൽക്കണം ഒരു സംശയമുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് വല്ലോ നന്നാകാനെന്ന് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ ഇവൻ ചോദിക്കുക, കായിന് ഭാര്യ എവിടുന്ന് കിട്ടി? എന്റെ വന്നച്ച 1.5 മണിക്കൂർ ചങ്കുപൊട്ടി നിത്യതയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ പുള്ളി 1.5 മണിക്കൂർ വല്ലവന്റെ ഭാര്യയുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ പ്രസംഗിക്കുന്ന വിഷയത്തിൽ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ ഞങ്ങൾ ധന്യരായി സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രിയായിരിക്കും. അതുകൊണ്ട് ഏകാഗ്രതയോടെ ആ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക കാലഘട്ടത്തിനനുസരിച്ച് ലോക സംസ്കാരം എത്തിച്ചേരും തന്റെ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ. അതിൽ ഒന്നാമത്തെ രംഗം എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണം. ഒന്നാമത്തെ രംഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം
എന്താ വന്നാലും നമുക്ക് നമ്മുടെ മുട്ടുവേദനയും പല്ലുവേദനയും വരുന്നത് അല്ലേ? കർത്താവിന് സ്തോത്രം. പണ്ടിരിക്കൽ ഒരു പട്ടന് പറഞ്ഞതുപോലെ ഉണ്ണി കണറ്റിപ്പോയി, അന്തർജനത്തിന് പ്രസവ വേദന, ഇല്ലത്തിന് തീ പിടിച്ചു, ചെല്ലവിഞ്ഞെടുത്തിടി ഞാനൊന്ന് മുറുക്കട്ടെ. മനസ്സിലായോ? എന്നാ പറ്റിയ എനിക്കൊന്ന് മുറുക്കണം. ഇതുപോലെ എന്നാ സംഭവിച്ചാൽ എനിക്കെന്താ? എനിക്കെന്നെ മുട്ടുവേദനയും പല്ലുവേദനയും വലുത്. ഇന്ന് രാത്രി നിത്യതയുടെ ദർശനം അകത്ത് ഉറച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദൂതിന് മുൻപിൽ ഈ കാലത്തെ വിവേചിക്കാൻ കഴിയും. എന്റെ വാത്സല്യ ശ്രോതാക്കൾ കണ്ണുകൾ ഉയർത്തി ഈ കാലത്തെ ഒന്ന് വിവേചിക്കുക. എന്താണ് യേശുവിന്റെ മടങ്ങിവരവിന്റെ കാലത്തിന്റെ പ്രത്യേകത? യേശു അവതരിപ്പിച്ച ആദ്യത്തെ പ്രസ്താവന നിങ്ങൾ എടുക്കുക. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാണ്. എന്താണ് നോഹയുടെ കാലം? എന്നിട്ട് കർത്താവ് വിശദീകരണം കൊടുക്കുകയാണ്. അവർ പെട്ടകത്തിൽ കയറിയ നാൾ വരെ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും. ലൂക്കോസ് 17 പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ വിറ്റും നട്ടും പണതും പോന്നു. പ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞില്ല. ശ്രദ്ധിക്കുക, ഞാൻ ചോദിക്കുന്നു, തിന്നു എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റാണോ? അല്ല. കുടിച്ചു എന്ന് പറഞ്ഞാൽ മദ്യപാനം എന്നല്ല, ഫീസ്റ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എന്നാണ്. കുടിച്ചു. വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ പെൺവാണിഭം എന്നല്ല, മാന്യമായ വിവാഹം. വിവാഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മക്കളെ വിവാഹം കഴിപ്പിച്ചു എന്നാണ്. വിറ്റു എന്ന് പറഞ്ഞാൽ ബിസിനസ്, നട്ടു എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ കൃഷി, പണതു എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് നിർമ്മാണം. ഞാൻ ചോദിക്കുന്നു, ഈ 7 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പാപമാണോ? നിങ്ങൾ പറ. വിൽക്കുന്നത് പാപമാണോ? നടന്നത് പാപമാണോ? വാങ്ങുന്നത് പാപമാണോ? വിവാഹം പാപമാണോ? അത് കഴിക്കുന്ന പാപമാണോ? കുടിക്കുന്ന പാപമാണോ? അല്ല. പക്ഷേ ഈ തലമുറയ്ക്ക് ഈ 7 കൂട്ടം കാര്യങ്ങൾ പാപമായി മാറി. എന്താ കാര്യമെന്നറിയാമോ? വരാൻ തുടങ്ങുന്ന ഒരു ഭീകര ദുരന്തം പ്രസംഗിക്കുന്ന കർത്തൃദാസൻ ആവോളം വിളിച്ചു പറഞ്ഞിട്ടും വരാൻ തുടങ്ങുന്ന ദുരന്തത്തെക്കാൾ തിന്നുന്ന കാര്യത്തിൽ, കുടിക്കുന്ന കാര്യത്തിൽ, തങ്ങളുടെ ഭൗതിക വിഷയത്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോയ ആ തലമുറയ്ക്ക് അത് ന്യായവിധിക്ക് ഹേതുവായി മാറിയതുപോലെ തന്നെ അന്ത്യകാലമെടുക്കുമ്പോൾ നിത്യതയുടെ ദർശനം ഉയരേണ്ട വേദികളിൽ ഭൗതിക വീക്ഷണം ഉയരും. തെറ്റിദ്ധരിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന യോഗം ഏതാ? സൈക്കിളും കൊണ്ട് വാ, ലോറിയും കൊണ്ട് പാ എന്ന് പ്രസംഗിക്കുന്ന യോഗമുണ്ടെങ്കിൽ ആള് കൂടും. ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ മുട്ടുവേദന മാറ്റാനല്ല ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. നിന്റെ കണ്ണടഞ്ഞാലും നീ നിത്യതയെ കാണണം. അതിനായി രാത്രി ഞങ്ങളുടെ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി 10,000-കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ സകല വ്യാധികളും പുറപ്പിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ രോഗപരിഹാര വിവരങ്ങൾ ഇവിടെ നിന്ന് കൃപാവരത്തിന്റെ പശ്ചാത്തലത്തിൽ വൈകാരികതയുടെ ഉന്മാദ നൃത്തത്തിൽ വിളിച്ചു പറയിച്ച് നിങ്ങളെ അന്ധരാക്കി പഴയ വേദന വീണ്ടും വേദനയാക്കി വിടാനല്ല ഞങ്ങൾ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത്. നിനക്ക് ജീവിതത്തിൽ എന്തൊക്കെ ശോധനകൾ ഉണ്ടെങ്കിലും ഇതിന്റെ പുറകിൽ ഒരു കരൾ ഇന്ന് രാത്രി ചലിക്കുന്നെന്നും ഇവിടുത്തെ കണ്ണടയുമ്പോൾ നീ നിത്യതയിൽ കാണണമെന്നും ഉറപ്പിച്ച് പ്രസംഗിക്കാനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ അകത്ത ദർശനം പ്രാപിച്ച ദൈവങ്ങൾ ഈ രാത്രി കണ്ണുയർത്തി നോക്കുക. സംസ്കാരം മാറിക്കഴിഞ്ഞു. എന്താണ് ഈ സംസ്കാരത്തിന്റെ പ്രത്യേകത? വളരെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ശരിക്കും പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായങ്ങളിലേക്ക് പോകണം. ശാന്തമായി നിങ്ങൾ ആ ഭാഗം ഒന്ന് വിലയിരുത്തിയിട്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ആ സംസ്കാരം എന്തായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഈ പ്രത്യേക ഘട്ടം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെ പലരുടെ ഇരിപ്പ് കണ്ടിട്ട് അടുത്ത കാലത്ത് ഇവിടുന്ന് പോകുന്ന മട്ടിലെ ഇരിപ്പ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ മുന്നിരിക്കുന്ന കൊച്ചമ്മയും പോക്കാം, പുറയിരിക്കുന്ന അച്ചായനും പോക്കാം, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും എന്നാ പലരുടെയും മുഖം പറയുന്നത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആരുമില്ലെങ്കിലും എനിക്ക് നിത്യത കൈവിടാൻ പാടില്ല എന്ന ബോധ്യം അകത്ത് തിളയ്ക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, റിട്ടേൺ ടിക്കറ്റിൽ വിസിറ്റിംഗ് വിസയിലാണ് ഞാൻ ഷാർജയിൽ എത്തിയത്. വിസിറ്റിംഗ് വിസയിൽ എൻ്റെ പാസ്പോർട്ടിൽ കൗണ്ടർ വിടുന്നതിന് മുൻപ് കുത്തി
ഇട്ടിട്ടുണ്ട് എത്ര ദിവസം ഇവിടെ നിൽക്കാമെന്ന്. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയില്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ വേറെ വണ്ടി വരും പോലീസിൻ്റെ. കൃപയാ 2010 നാളുകളിൽ നമ്മുടെ ഡേറ്റ് തീരാഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ റിട്ടേൺ ടിക്കറ്റിന്റെ ഡേറ്റ് കുറിച്ചിട്ടുണ്ട്. കാണാൻ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ നമ്മുടെ ഡേറ്റ് ആകുന്നതിന് മുമ്പ് ഈ രാത്രി ഇവിടുന്ന് പോകാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഡേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ലെന്ന് ചിന്തിച്ചാൽ ഒരു നിമിഷം നേരത്തെ നിത്യതയ്ക്കാൻ ഒരുങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, 335 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ആ കൊച്ചു പമ്പില്ലേ, 1 മിനിറ്റിൽ 72 തവണ ഇടിക്കുന്ന, ഒരു ഡിപ്പിൽ 2.5 ഔൺസ് രക്തം രക്തധമനികളിലേക്ക് തള്ളിക്കയറ്റുന്ന, വലിച്ചു നീട്ടി വെച്ച തലച്ചോർ മുതൽ കാൽപാദം വരെ 1,00,000 കിലോമീറ്റർ നീളമുള്ള രക്തധമനികളിലൂടെ ചോര പമ്പ് ചെയ്യുന്ന ആ കൊച്ചു പമ്പ്, അത് നോൺ സ്റ്റോപ്പായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായ ചായ? ദൈവത്തിന് സ്തോത്രം. ഇതിനിടയ്ക്ക് ആരെങ്കിലും വാൽവ് മാറിയിട്ടുണ്ടോ? വാഷറിന് ഓയിൽ ഇട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു വേള പണി മുടക്കിയിരുന്നെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാകത്തില്ലായിരുന്നോ? ഞാനിത് രാത്രി ചോദിക്കട്ടെ, 1 മിനിറ്റിൽ 72 തവണ, 1 മണിക്കൂറിൽ എത്ര തവണയായിരിക്കും? പോട്ടെ, 70 വയസ്സുള്ള ഒരു അച്ചായയിൽ 250 കോടി വട്ടം ഈ പമ്പ് ഇടിച്ചിരിക്കും എന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ 70 കഴിഞ്ഞവർ ഇടനെഞ്ചിലോട്ട് ആ താളം ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ 250 കോടി വട്ടം ഇടി കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് പകലിന് ആയിരക്കണക്കിന് തവണ ഇടിച്ചിട്ടും നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്നും, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ഈ രാത്രി ഇവിടെ നിന്നെ കൊണ്ടുവന്നത് നിന്നെ ഒരു പടി കൂടെ നിത്യതയ്ക്കായി ഒരുക്കാനാണ് എന്ന ചിന്ത അകത്തൊന്ന് കയറിയാൽ പ്രാർത്ഥിക്കുന്ന നീ മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആ ചരിത്രത്തിലേക്ക് പോകാം. നോഹയുടെ കാലം. എന്നോടൊപ്പം നിങ്ങൾ തികച്ചും ഏകാഗ്രത ഉണ്ടായിരിക്കണേ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ അകത്ത് പതിഞ്ഞാൽ ഞാൻ ധന്യനായി സ്വർഗ്ഗം സന്തോഷിക്കും. അതുകൊണ്ട് ഏകാഗ്രതയോടെ. എന്താണ് ഈ നോഹയുടെ കാലം? നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ 2 അധ്യായങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം, വളരെ ആഴമായി തിരിയണം. ഒന്ന് ഉൽപ്പത്തി 4, 2 ഉൽപ്പത്തി 5. ഉൽപ്പത്തി 4-ാമത്തെ അധ്യായത്തിലെ ഇതിവൃത്തം ഇതാണ്, അഥവാ ചരിത്രഭാഗം ഇതാണ്. കായീൻ ഒരു പട്ടണം പണിയുന്നു. അതോടുകൂടെ കായീന്റെ തലമുറ വളരുന്നു. കായീന്റെ തലമുറയുടെ 7-ാം തലമുറയിൽ സംസ്കാരം എത്തി നിൽക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിലേക്ക്, 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വസ്തുതകളെ നിർത്തി വിശദീകരിച്ച് ചരിത്ര പശ്ചാത്തലം ഒരുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം മുതൽ ദൈവാത്മാവ് അല്പം നിർത്തിയിട്ട് ജീനിയോളജി അഥവാ ചരിത്ര ഭാഗം അല്പം നിർത്തിയിട്ട് ആ പശ്ചാത്തലം ഒന്ന് വ്യക്തമായി വിശദീകരിക്കുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഞാൻ ഈ പണ്ടൊക്കെ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ജനിപ്പിച്ചു എന്നൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ടെലിഫോൺ ഡയറക്ടറി വായിക്കുന്ന പ്രതീതിയിലാണ് ഇത് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. പിന്നീടാണ് യേശുവിന്റെ വാക്കിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത്. ആകാശവും ഭൂമിയും മാറിപ്പോകുന്നത് വരെ സകലതും നിവർത്തിയാകുവോളം ഇതിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറത്തില്ലെങ്കിൽ വള്ളിക്കും പുള്ളിക്കും വിസർഗത്തിനും വ്യംഗ്യത്തിനും ചമത്കാരത്തിനും വരെ ഇതിന്റെ പുറകിൽ ദൈവനിശ്വാസ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഉൽപ്പത്തി 4-ലെയും 5-ലെയും പിതാക്കന്മാരുടെ വംശാവലി എഴുതി വെച്ചിരിക്കുന്നത് ചരിത്രകാരന്മാർക്ക് ചരിത്രം തികയ്ക്കാനല്ല, അവരുടെ തൂലികയുടെ പുറകിൽ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച ഒരു അർത്ഥമുണ്ട്. അതിന്ന് രാത്രി ഗ്രഹിക്കാൻ നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നാൽ ഈ രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തികച്ചും ഏകാഗ്രതയോടെ നിങ്ങളെ ഭാഗത്തേക്ക് വന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ 2 സംസ്കാരം നിങ്ങളുടെ മുൻപിൽ ആദ്യമായി ഞാൻ വയ്ക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. നമുക്കറിയാം ആദ്യത്തെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ആദാമും നിങ്ങൾക്ക് പറയാം, ആദാം ഹൗവയും. ആദമിനും ഹൗവയ്ക്കും 2 മക്കളുണ്ടായി. ആരൊക്കെയാണ്? കായീനും ഹാബീലും. അതിൽ ഒരാളെ കൊന്നു. ദൈവത്തിന് സ്തോത്രം. ഹാബീലിനെ കായീൻ കൊന്നു. കായീന്റെ അടിയേറ്റ് ചോരയിൽ കുളിച്ച് നിലത്ത് വീണ് പിടഞ്ഞ് ലോകത്തോട് യാത്ര പറഞ്ഞ പരമദുഷ്ടനും നീചനും, വേദപുസ്തക ശൈലിയിൽ പറഞ്ഞാൽ പിശാചിന്റെ മകനുമായ സാത്താന്റെ സന്തതിയായ സാക്ഷാൽ കായീൻ. നിങ്ങൾ ഓർക്കുക, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പഠിച്ചാൽ ഏറ്റവും കൂടുതൽ സമൃദ്ധി അനുഭവിച്ചത് ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ കുടുംബമാണോ, സഹോദരന്റെ രക്തത്തിന്റെ കറ കയ്യിൽ പുരണ്ട കായീന്റെ കുടുംബമാണോ? നിങ്ങൾ ഇന്ന് രാത്രി ആഴത്തിൽ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ സമൃദ്ധി അനുഭവിച്ചത് ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്
കുടുംബമല്ല, സഹോദരന്റെ രക്തത്തിന്റെ കറ കയ്യിൽ പുരണ്ട കായിന്റെ കുടുംബമാണ്. എന്നാൽ എത്ര വലിയ സമൃദ്ധി അനുഭവിച്ചാലും നിന്റെ ഭാവി ഇവിടെ വരെ ഉള്ളെന്നും, ഞങ്ങൾ എത്ര വലിയ ശോധന സഹിച്ചാലും ഞങ്ങളുടെ കഷ്ടതയ്ക്ക് ഇവിടെ വരെ അതിർത്തി ഉള്ളെന്നും ദർശനം പ്രാപിച്ച ഒരു ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ശോധനയുടെ പുറകിൽ ഈ രാത്രി ഒരു കരം കാണണം. അത് നിന്നെ തകർക്കുന്ന കരമല്ല, അത് നിത്യതയുടെ തീരം വരെ നിന്നെ ബലത്തോടെ നിർത്തുന്ന കരമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ആദ്യത്തെ ആദമിന്റെ 7ാം തലമുറ നിങ്ങൾ അതെടുക്കുക. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ആ പ്രസന്റേഷൻ കൊണ്ടുവരാം. ഒന്നാമത്തെ ഭാഗം ആദമിന്റെ മകൻ കായിന്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിന്റെ മകൻ മെഹൂയേലിന്റെ മേൽ മെഥൂയേലിന്റെ മക്കളിൽ ഇങ്ങനെ വന്ന 7ാമത്തെ തലമുറയിൽ ലാമേക്ക്. നിങ്ങൾ നോക്കുക, ആദം മുതൽ കായിനിലൂടെ ഹാനോക്ക് വഴി ലാമേക്കിൽ എത്തി നിൽക്കുന്ന 7ാമത്തെ തലമുറ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് മറ്റൊരു വിശദീകരണം ഇങ്ങേപ്പുറത്ത് നൽകുന്നുണ്ട്. അത് 5ാം അധ്യായമാണ്. ഇതേ ജീനിയോളജിയുടെ അതേ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ നോഹയുടെ കാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കെ കരുണാകരന്റെ കാലം എന്നോ EMS നമ്പൂതിരിപ്പാടിന്റെ കാലം എന്നോ നെഹ്റുവിന്റെ കാലം എന്നോ പറയുമ്പോൾ ഒരു വ്യക്തിയല്ല അതിനകത്തെ വിഷയം, ആ കാലത്തിന്റെ പശ്ചാത്തലമാണ് വിഷയം. ഇതുപോലെ നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിടരുത്, ആ കാലത്തിന്റെ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ കണ്ണൊന്ന് ഉയർത്തണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നാമത്തെ ഘട്ടം നിങ്ങൾ നോക്കുക. ആദമിന്റെ മകൻ കായിന്റെ മകൻ ഹാനോക്കിന്റെ മകൻ മെഥൂയേൽ, അങ്ങനെ വന്നിട്ട് ലാമേക്ക്, 7ാമത്തെ മകൻ ലാമേക്ക്. ഇപ്പുറത്തേക്ക് നിങ്ങൾ നോക്കുക. ആദമിന് കൊല്ലപ്പെട്ട അതെ ഹാബേലിന് പകരം ശേത്തിന്റെ മകൻ ഏനോശിലൂടെ 7ാമത്തെ തലമുറ ഹാനോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു വേലിക്കപ്പുറത്ത് ഹാനോക്ക് കുടുംബമായി പാർക്കുമ്പോൾ ഒരു വേലിക്കപ്പുറത്ത് ലാമേക്കിന്റെ മക്കളും കൊച്ചുമക്കളും പരന്നു കിടക്കുന്നു. ഇതിൽ ഹാനോക്കിന്റെ മകൻ മെഥൂശലേഹിന്റെ മകൻ ലാമേക്കിന്റെ മകൻ നോഹ. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ലാമേക്ക് എന്ന കായിന്റെ തലമുറകൾ പടർന്ന് പന്തലിച്ചു കിടക്കുന്നു. അതിനിപ്പുറത്ത് ഹാനോക്ക് എന്ന ദൈവദാസന്റെ മക്കളിൽ നോഹയുടെ കുടുംബം പടർന്ന് പന്തലിച്ചു കിടക്കുന്നു. ഈ 2 സംസ്കാരങ്ങൾ എന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കളുടെ കൺമുൻപിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വരച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക. ഇതിൽ ഒന്നാമത്തെ ജീനിയോളജി എടുക്കാം. കായിനിലൂടെ ചോരക്കറ പുരണ്ട കായിന്റെ കൈകളിലൂടെ പിറന്നു വീണ ഹാനോക്കിന്റെ വീട്ടിലേക്ക് നിങ്ങൾ നോക്കി. അവൻ ആദ്യം ഒരു പട്ടണം പണം എഴുതിയിരിക്കുന്നേ എന്ന് പറഞ്ഞ ഒരു കൊട്ടാരം പണമെന്നല്ല എന്ന് പറഞ്ഞാൽ ചോരക്കറ പുരണ്ട കൈകളുമായി അപ്പൻ മകൻ ഉണ്ടാക്കി കൊടുത്തത് ഒരു കൊട്ടാരമല്ല, പട്ടണമാണ്. ഇനിയും അതിന് കൊടുത്ത പേരെന്താ? യഹോവ നിസി എന്നോ എബനേസർ എന്നോ അല്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ മകന്റെ പേര് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോർക്ക് സമ്പത്തിന്റെ സമൃദ്ധിയിൽ മക്കളുടെ പേരിൽ അപ്പുറത്ത് പട്ടണം പണിയുകയാണ്. ഇനിയും ദൈവത്തിന് സ്തോത്രം. അടുത്ത മക്കളിൽ ഒരു എടുക്കാം, ലാമേക്ക്. പരിശുദ്ധാത്മാവ് ചരിത്രം നിർത്തിയുടെ വിശദീകരണം പറയുന്നു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റൊരുത്തിക്ക് സില്ല എന്നും പേർ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ലാമേക്കിന്റെ പശ്ചാത്തലത്തിലെത്തിയപ്പോൾ കുടുംബം എങ്ങനെ ഇരിക്കുന്നു? അതാണ് നോഹയുടെ കാലം. ഒരു ഭാര്യയല്ല, ഇപ്പൊ 2 ഭാര്യ. ഒരുത്തിയെ കൊണ്ട് പോരാ, 2 പേര് വേണം. ഇനി എന്ത് വേണം? 5ാമത്തെ ഭാര്യകളെ 6ാമത്തെ ഭർത്താവാകാൻ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഇരുകാലി മൃഗങ്ങൾ ഇവിടെ പെരുകുന്ന ഈ കാലത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ തലയൊന്ന് പൊക്കി നോഹയുടെ കാലത്തിലേക്ക് നോക്ക്. സംസ്കാരം ഉയരുന്നു, കുടുംബ ജീവിതത്തിന്റെ അടിത്തറ തകരുന്നു. ഇനിയും തെരഞ്ഞെടുപ്പ് എങ്ങനെ ഇരിക്കുന്നു? ആദ്യത്തെ അവിടെ പേര്, ഈ ഓരോ പേരും കാണുമ്പോൾ അതിന് പശ്ചാത്തലം അറിയാം. ആദാം എന്ന വാക്കിന്റെ അർത്ഥം മണ്ണിൽ നിന്ന് മെനയപ്പെട്ട ചുവന്നവൻ എന്നാണ്. അത് കായിൻ എന്ന വാക്കിന്റെ അർത്ഥം കുന്തം എന്നാണ്. ഇതുപോലെ തന്നെ ഓരോ പേരുകൾക്ക് അർത്ഥമുണ്ട്. ഇതിൽ ആദ എന്ന ആ പെൺകുട്ടിയുടെ പേരിന് ഒരർത്ഥമുണ്ട്. അതിൽ അലങ്കൃത, അഡോൺ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അവൾ അലങ്കൃതയാണ്. അപ്പോൾ ലാമേക്ക് ഭാര്യയെ തെരഞ്ഞെടുക്കാൻ ഉപയോഗിച്ച മാർഗം അവൾ അലങ്കൃതയായതുകൊണ്ടാണ്. ഇതേ വരുന്നു അലങ്കൃത.
അലങ്കൃത ഇറങ്ങി വരുമ്പോ കുറെ നാൾ അലങ്കൃതയുമായിട്ട് നടന്നു. അവസാനം അല്പം കഴിഞ്ഞപ്പോൾ മറ്റോള് വന്നു. സില്ല, അവളുടെ പേര് നിഴൽ എന്നും തിളങ്ങുന്നവൾ എന്നുമാണ്. സ്വാധീന ശക്തിയുടെ തിളങ്ങുന്നവൾ എന്നാണ്. നിഴലിൽ തിളങ്ങുന്നവൾ അവളാണ് സില്ല. അങ്ങനെയാണെങ്കിൽ തിളങ്ങുന്നവളാണ് സില്ല. അപ്പോ ആദ്യം പുള്ളി അലങ്കൃതയുടെ പുറകെ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിളങ്ങുന്നവൾ വന്നപ്പോൾ തിളങ്ങുന്നവളെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സംസ്കാരം, സ്ത്രീ സംസ്കാരം എങ്ങനെയുണ്ട് എന്ന് നിങ്ങളത് കാണണം. പരപുരുഷന്മാരുടെ ഹൃദയത്തിൽ ചേക്കേറുക എന്ന ലക്ഷ്യത്തോടു കൂടെ സ്വന്തം ശരീരത്തിന്റെ ആകാര വടിവ് പുറത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്കിയേ. ചില ജീൻസ് ഒക്കെ വലിച്ചു കയറ്റി, ചില ബെന്യനൊക്കെ വലിച്ചിറക്കി, അമ്പോ എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റിയപ്പോ എന്ന് പരമാർത്ഥികൾ മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ എന്ന് പറഞ്ഞ് ചിന്തിക്കത്തക്ക വിധം ചില ഇരുകാലി ടൈപ്പുകൾ നടന്നു നീങ്ങുമ്പോൾ ഒട്ടും ഭാരപ്പെടേണ്ട. കായിന്റെ കൊച്ചുമക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവാണ് ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഒരു വസ്തുത ഓർക്കണേ. ഇന്ന് സഭയ്ക്കകത്ത് ഇത്തറിച്ചത് കയറി വരുമ്പോൾ ഒരുക്കിക്കൊണ്ടുവരുന്ന ഹൈടെക് കൊച്ചമ്മമാർ ചിലർ തല കുലുക്കി എങ്ങനെയുണ്ട് എന്ന മട്ടിലിരിക്കുമ്പോൾ നിന്റെ തലമുറയിൽ വ്യാപരിക്കുന്നത് കായിന്റെ ആത്മാവാണ് എന്ന വസ്തു വിസ്മരിക്കരുത്. അത് കൂടുതൽ പറയുന്നില്ല, അവിടെ നിർത്തുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, അന്യപുരുഷന്മാരുടെ ഹൃദയത്തിൽ ചേക്കേറുക എന്ന ലക്ഷ്യത്തോടു കൂടെ ശരീരത്തെ ആഭാസമായി അവതരിപ്പിക്കുന്ന സ്ത്രീ സംസ്കാരത്തിന്റെ കാലം നോഹയുടെ കാലം. രണ്ട്, കുടുംബജീവിതം ബഹുഭാര്യത്വത്തിന് വഴി തുറന്ന കാലം നോഹയുടെ കാലം. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങളൊരു കാര്യം ഓർക്ക്. ശപിക്കപ്പെട്ട സാക്ഷാൽ ചെകുത്താനിൽ നിന്ന് പിറന്നു വീണ ഈ കായിന്റെ കൊച്ചുമക്കളിൽ വല്ലവനും കണ്ണു കാണാത്തവനോ ഞൊണ്ടനോ പൂക്കണ്ണനോ മുച്ചിറിയനോ ഉണ്ടോ? നിങ്ങൾ ഇന്ന് രാത്രി കണ്ണൊന്ന് ഉയർത്തി അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിയിൽ മുറുക്കി പിടിക്കുമ്പോഴും മറ്റേ കൈ കൊണ്ട് കണ്ണുനീര് തുടച്ച് വേദനയോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇല്ലേ? ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുമ്പോൾ ആരും ില്ലാത്ത ദൈവങ്ങളാ ദൈവം നിന്റെ പുറകിൽ കരുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കായിന്റെ കുടുംബത്തിലേക്ക് നോക്കി. ഞാൻ ആ മക്കളെ ഒന്ന് ഓടിച്ച് ഇന്റർവ്യൂ ചെയ്യാം. ഒരു മോനെ ഞാൻ വിളിക്കാം. ഈ ആദാം സില്ലമാരായ ഈ തിളങ്ങുന്നവരുടെയും അലങ്കൃതകളുടെയും മക്കൾ വഴിവിട്ട കുടുംബ ജീവിതത്തിൽ ജന്മം കൊണ്ട സാക്ഷാൽ ശപിക്കപ്പെട്ടവന്റെ കൊച്ചുമക്കളുടെ ചരിത്രമായി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുത്തന്റെ പേര് ആദാ സില്ലമാരിൽ ഒരുത്തന്റെ പേര് അവൻ ഇങ്ങോട്ട് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. യാബാൽ, യൂബാൽ. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ഇവരിൽ ഓരോരുത്തരുടെയും പശ്ചാത്തലം നോക്കാം. എങ്ങനെയുള്ള സംസ്കാരം എന്നറിയണം. യാബാൽ, നിനക്ക് എന്റെ പണി. അവൻ പറയും, ഞാൻ ദൈവത്തിന് സ്തോത്രം പശുക്കളെ കൂട്ടമായി ബ്രീഡ് ചെയ്ത് ഉത്പാദിപ്പിക്കുന്ന, പശുക്കളുമായി ഗ്രൗണ്ടിൽ പാർത്ത് പശുഫാം നടത്തുന്ന പശുഫാമിന്റെ ഓണറാണ് കേട്ടോ. ഒരുത്തനില്ല സാധാരണക്കാരൻ, ഒരുത്തൻ പശുഫാമിന്റെ ഓണർ. ഇനി അടുത്ത മോനെ വിളിക്കുക. മോനെ നിനക്ക് എന്നാടാ പണി? അവൻ പറയും, വീണയും വേണവും കിന്നരവും തീർക്കുന്നതിന്റെ പിതാവാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ടെക്നോളജിസ്റ്റാ. ഈ കമ്പ്യൂട്ടറും കീബോർഡും ഒക്കെ ഉണ്ടാക്കുന്ന പുള്ളിയുടെ വലിയ വലിയ പൂപ്പനാണ് ഒരുത്തൻ. അപ്പോ ഒരു മോൻ ടെക്നോളജിസ്റ്റാണ്. ഇനി അടുത്ത മോനെ വിളിക്കുക. മോനെ നീ മോനെ നിനക്ക് എന്നാ പണി? അവൻ പറയും, ഞാൻ ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവർക്ക് പിതാവാണ്. ചുരുക്കി എന്ന് പറയാം, ഭൂമി ഖനനം ചെയ്ത് അയിര് കുഴിച്ചെടുത്ത് ലോഹങ്ങൾ ഉണ്ടാക്കി ഉൽഖനനത്തിൽ ലോഹം ഖനനം ചെയ്യുന്ന അങ്ങനെ ഖനിയുടെ ഓണറാ ഞാൻ. ദൈവത്തിന് സ്തോത്രം. വല്ല കുഴപ്പമുണ്ടോ? ഒരു മോളെ പേര് ഞാൻ പറയാം, നയമ. അതാ അവളുടെ പേര്. അവൾ ബ്ലസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവൾ. ഭാര്യമാരാരാ? തിളങ്ങുന്നവർ. ഇനി മക്കളാരാ? ഒരുത്തൻ പശുഫാം നടത്തുന്നു. മറ്റവന്റെ പരിപാടി എന്താ? അവൻ ടെക്നോളജിസ്റ്റാ. മറ്റവൻ എന്താ പരിപാടി? അവൻ മറ്റൊരുത്തരുമല്ല, അവൻ ഖനിയുടെ ഓണറാ. അങ്ങനാണെങ്കിൽ ഒരുത്തൻ ഖനിയുടെ ഓണർ, വേറൊരുത്തൻ പശുഫാം നടത്തുന്നു, വേറൊരുത്തൻ ടെക്നോളജിസ്റ്റ്. എന്നാൽ ഇന്ന് രാത്രി എന്റെ മുൻപിലേക്ക് ദൈവമക്കൾ തലയൊന്ന് പൊക്കിയിട്ട് ഇതേ പശ്ചാത്തലത്തിൽ അങ്ങേപ്പുറത്ത് വേലിക്കപ്പുറത്ത് അനിയന്റെ കൊച്ചുമക്കൾ താമസിക്കുന്നുണ്ട്. ഹാനോക്കും കൊച്ചുമക്കളും. അവരുടെ മുറിക്കകത്തേക്ക് നോക്കി. ഇവിടെ സമൃദ്ധി ഉയരുന്ന സമയം, അവിടെ പ്രാർത്ഥന ഉയരുകയാ. ആ വീട്ടിൽ ദർശനമുണ്ട്. ആ വീട്ടിൽ ദർശനമുണ്ട്. ഒരു ദിവസം ദൈവത്തിന്റെ ദാസൻ ഹാനോക്കിന്
പറഞ്ഞ് പിറന്നു വീണ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ എന്റെ ദൈവം വെളിപ്പാട് കൊടുത്തു. മോനെ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം. എന്നാ കാര്യം? അങ്ങേപ്പുറത്തെ തിളങ്ങുന്ന ഭാര്യമാരും, അങ്ങേപ്പുറത്തെ പശുപാം നടത്തുന്ന മക്കളും, അങ്ങേപ്പുറത്തെ ടെക്നോളജിസ്റ്റുകളും, അങ്ങേപ്പുറത്തെ ഖനിയുടെ ഓണേഴ്സും ഒക്കെ ഇപ്പുറത്തെ പ്രാർത്ഥിക്കുന്നവനെ ചൂണ്ടി കുത്തുവാക്ക് പറയാൻ തുടങ്ങി. അന്ന് പുള്ളി മാറ്റി വെള്ളയെടുത്ത് പള്ളയെ വീർപ്പിച്ച് സ്തോത്രവും 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 പറഞ്ഞ് ഒരുത്തൻ നടക്കുക. ആരാണ്ട് വരാൻ പോന്നോ, പ്രളയം ഉണ്ടാകാൻ പോന്നോ ഈ പുള്ളി പ്രവചിക്കുക. പുള്ളി ശരിക്കും പരിഹസിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എഴുതിയത് മഹാകവി കെ.വി. സൈമൺ സാർ അവരുകൾ വേദവിഹാരം എന്നൊരു മഹാകാവ്യം എഴുതിയപ്പോൾ നോഹയുടെ പ്രളയകാലത്ത് അപ്പച്ചനെ കുറിച്ച് കായിന്റെ കൊച്ചുമക്കൾ പാടിയ ഒരു പാട്ടിന്റെ ശൈലി എഴുതി വെച്ചിട്ടുണ്ട്. നാട്ടുകാരിങ്ങനെ അഥവാ മക്കൾ, ചേട്ടന്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞത്: മൂടനാടിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രളയത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ദൈവദാസനോട് ഈ സമൃദ്ധി അനുഭവിക്കുന്നവർ പ്രതികരണമാണ്. മൂടനാടിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടനല്ലാതെ വിധിക്കുവാനുണ്ടോ? പിന്നെ അപ്പത്തിന്റെ അസുഖം, ഉറക്കം ശരിയായിട്ടില്ലത് കൊണ്ടുവന്ന കറക്കമാണ്, പക്ഷേ 1-2 കുളി എണ്ണ വെച്ച് കുളിച്ചീടിൽ കുറെയൊക്കെ മാറും, ഈ ചറുപറ പറയുന്നതും മാറും. കണ്ട മനുഷ്യരോടെല്ലാം ജലപ്രവാഹം ഉണ്ടാകുമെന്ന് തൊണ്ട വിട്ടലറിയാൽ ഉണ്ടാകുമോ ജലപ്ലാവം? ഇല്ലാത്ത കുണ്ടാവണ്ടി ഒപ്പിക്കും ഇങ്ങേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരുടെ പാട്ട്. എന്നാൽ ഈ രാത്രി പറയട്ടെ, ആരൊക്കെ പരിഹസിച്ചാലും അരുളി ചെയ്തവൻ ദൈവമാണെങ്കിൽ നിവർത്തിക്കാൻ അവൻ ശക്തനാണ് എന്ന് വിശ്വസിക്കുന്ന കൃപ ലഭിച്ച ദൈവവൈതലേ, പരിഹാസം മുഴുവൻ ഉയർന്നാലും പിടിച്ച ദർശനത്തിൽ നിന്നും അണുവേട പിന്മാറാതെ ഈ കർത്തൃത്വ പ്രസംഗം തുടങ്ങി. നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ചേട്ടന്റെ മക്കൾ, ഒരുത്തൻ ടെക്നോളജിസ്റ്റ്, അടുത്തൻ ഖനിയുടെ ഓണർ, വേറൊരുത്തൻ പശുപാൻ നടത്തുന്നു. അവരുടെ ഭാര്യമാർ തിളങ്ങുന്നവർ, അവരുടെ മക്കൾ അനുഗ്രഹീതർ. അവരിൽ ആരിലും ഒരു ഊനവുമില്ല. എന്നാൽ ഇപ്പുറത്തെ കൂടാരത്തിനകത്ത് ആരാധന ഉയരുന്ന സമയം ദൈവത്തിന്റെ ദാസൻ ഹാനോക്കിനോട് ദൈവം പറഞ്ഞു: മോനെ, നിനക്കിപ്പ പിറന്നു വീണിരിക്കുന്ന കുഞ്ഞില്ലേ, അവന് പേര് കൊടുക്കേണ്ടത് സാധാരണ പേരല്ല, മെഥൂശലേഹ് എന്ന് പേര് കൊടുക്കണം. മെഥു മൃത്യു, ശലേഹ് വരും, മൃത്യു വരും, കൂട്ടമരണം. ഇവന്റെ മരണത്തോടെ ലോകത്തെ മൂടും. പ്രവചനത്തിൽ പേര് കൊടുത്തു. അതോടുകൂടെ അധികം താമസിക്കാതെ ഈ ദൈവദാസന് ഉടലോടെ മുകളിലോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് രാത്രി കണ്ണുകളൊന്നും ഉയർത്തി നോക്കി. അടുത്ത ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മെഥൂശലേഹിന് ഒരു മകൻ പിറന്നു. അവന്റെ പേരാണ് ലാമേക്ക്. ലാമേക്കിന് 777 വയസ്സായപ്പോൾ മരിക്കാൻ കിടക്കുന്നു. ലാമേക്കിന്റെ മകനാണ് നോഹ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി കണ്ണ് ഇവിടെ ഇരുന്നുകൊണ്ട് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഉയർത്തണം. ചുറ്റുപാടും സംസ്കാരം സമൃദ്ധിയിൽ പ്രളയ്ക്കുകയാണ്. ചേട്ടന്റെ മക്കൾ കണ്ടുപിടുത്തത്തിൽ ഉയരുകയാണ്. അവർ ടെക്നോളജിസ്റ്റുകളാണ്, അവരുടെ ഭാര്യമാർ അലങ്കൃതകളാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ദാസൻ ഹാനോക്കിന്റെ ചെവിയിൽ അപ്പൻ ലാമേക്ക് ഒരു വാക്ക് പറഞ്ഞു: മോനെ, നിന്റെ വല്യപ്പച്ചൻ ഹാനോക്കില്ലേ? ദൈവത്തിന് സ്തോത്രം. ഹാനോക്ക് 7ാമത്തെ തലമുറ ഹാനോക്കില്ലേ? ആ ഹാനോക്ക് ഉടലോടാ മോനെ. ലാമേക്ക് പറയും, ഹാനോക്ക് ഉടലോടെ എടുക്കപ്പെട്ടത്. എന്നാ മോനെ, നിന്റെ വല്യപ്പച്ചൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാ പോയത്: നിന്റെ വല്യപ്പനായ മെഥൂശലേഹ് മരിക്കുന്ന കൊല്ലം ഈ മണ്ണിനെ പ്രളയം മൂടും. ഇത് കേട്ട ഹാനോക്കിന്റെ കൊച്ചുമകൻ ലാമേക്കിന്റെ മകൻ നോഹ പെട്ടകം പണി തുടങ്ങി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണം ഉയർത്തി നോക്കി. പരിഹാസം ഒരു വശത്ത് ഉയരുന്നു, പണി മറുവശത്ത് നടക്കുന്നു. പെട്ടകത്തിന്റെ പേരിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കണം. പെട്ടകത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാ. ആരൊക്കെ ചിരിച്ചാലും എന്റെ ദൈവത്തിന്റെ ആലോചന എന്റെ ചെവിയിൽ മുഴങ്ങിയിടത്തോടെ കാലം എന്റെ ദൈവത്തിന്റെ കരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുക.
വരികയും ഒടുവിലത്തെ ചിരി എന്റെ ചിരിയായിരിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് പ്രാപിച്ച കർത്തൃദാസൻ ഒരിഞ്ച് പോലും പിന്മാറാതെ പ്രസംഗം തുടങ്ങി. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ആർക്കും ഇല്ലാത്ത ശോധനയാണ് നീ ഇന്ന് രാത്രി അനുഭവിക്കുന്നതെങ്കിലും നീ വിളിക്കപ്പെട്ട ദൈവവൈതലാണെങ്കിൽ നിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. ആ കരത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന കൃപ ലഭിച്ച ദൈവവൈതലേ, കായീന്റെ കൊച്ചുമക്കളുടെ സമൃദ്ധിയേക്കാൾ ഹാനോക്കിന്റെ കുടുംബത്തിലെ ദർശനമാണ് എനിക്ക് വലുതെന്ന് കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ട രാത്രി ഇവിടെയുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, വിളിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾ ഇന്ന് രാത്രി അനുഭവിച്ചുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നതെങ്കിലും നിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കാര്യം ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കെതിരെ കഴുകുമരം ഒരുക്കി അതിന്റെ ഡേറ്റും തീരുമാനിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്ന ആ ശക്തനായ ഹാമാൻ പ്രബലനാണെങ്കിലും എന്റെ ദൈവത്തിന്റെ കരം നിന്റെ പുറകിലുണ്ടെങ്കിൽ അവൻ ഒരുക്കിയ കഴുകുമരത്തെ അവന്റെ കഴുത്തിലോട്ട് തിരിച്ചുകൊണ്ട് ചരിത്രത്തെ പിടിച്ചു കുലുക്കാൻ കഴിവുള്ള ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഒന്ന് കണ്ണുയർത്തി നോക്ക്. നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്തൊരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശോധന സഹിച്ചതാരാ? ഇയ്യോബ്. എന്നാൽ സ്ത്രീ വിഭാഗത്തിൽ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ശോധന സഹിച്ചത് നവോമിയാണെന്ന് ഓർക്കണം. നവോമി ഒരർത്ഥത്തിൽ ഇയ്യോബിനേക്കാൾ നവോമിയുടെ ശോധന വലുതായിരുന്നു എന്ന് പറയാം. കാരണം ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അവളുടെ വൈഭവ്യം. വൈധവ്യം സഹിച്ചാലും അനാഥത്വം അതിലും വലുതാണ്. ഞാൻ പലപ്പോഴും ഭർത്താക്കന്മാരെ അന്ത്യചുമ്മനം നൽകി യാത്രയക്കുന്ന ശവമടക്ക് സമയം ഒരു കുഞ്ഞാൺതരിയുണ്ടെങ്കിൽ മാർവിൽ കെട്ടിപ്പിടിച്ച് അമ്മമാർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആ വീട്ടിലേക്കൊന്ന് നോക്ക്. ആ വീട്ടിൽ നിന്ന് ഒന്നാമത്തെ ശവം ഇറങ്ങിപ്പോയി ഭർത്താവിൻ്റെത്. അധികം താമസിക്കാതെ 2 ശവങ്ങളുടെ പുറത്തിറങ്ങി മക്കളുടേത്. വൈധവ്യവും അനാഥത്വവും ഒരുപോലെ സഹിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു കാണും, ഇതോടെ നിന്റെ കുടുംബം തീർന്നു. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കുമില്ലാത്ത ചില ശോധനകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഇനിയും നീ തല പൊക്കത്തില്ലെന്ന് ലോകം നിന്നെ കുറിച്ച് വിധി എഴുതിയാലും പരിശുദ്ധാത്മാവി രാത്രി നിന്റെ തോളിൽ കൈവച്ച് നിന്നോട് പറയുന്നു, തകർച്ചയ്ക്കകത്തു നിന്നും ഒരു പുതിയ മുളയെ എഴുന്നേൽപ്പിച്ച് നിന്റെ കുടുംബത്തിന്റെ മുഖച്ഛായ മാറ്റാൻ നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവന്റെ കരം നിന്റെ കുടുംബത്തിന് പുറകിൽ ചലിക്കുന്നു. ഞാൻ ഈ രാത്രി പറയട്ടെ, അതിൽ യേശു ക്രിസ്തുവിന്റെ വല്യപ്പച്ചന് ജന്മം നൽകാൻ ശപിക്കപ്പെട്ട കുലത്തിൽ പിറന്ന ഒരു രൂത്തിനെ രംഗത്ത് കൊണ്ടുവരുവാൻ ആ കുടുംബത്തെ ഉപയോഗിച്ച ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെങ്കിൽ എത്ര വലിയ ശോധന നിന്റെ മുൻപിൽ ഉണ്ടായാലും അവസാനം കാര്യങ്ങൾ നിനക്ക് അനുകൂലമായി തിരിച്ചു കൊണ്ടുവരാൻ അവന്റെ കരം ചലിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണ്. നിന്റെ ശോധനയുടെ പുറകിൽ ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ ചിന്തയിലേക്ക് വരട്ടെ. ഈ പെട്ടകത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം പണി പൂർത്തിയാകുന്ന സമയം, പെട്ടകത്തിന്റെ പണി പൂർത്തിയാകുന്ന സമയം എടുത്തപ്പോൾ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്ന ഘട്ടം നിങ്ങൾ നോക്കുക. എല്ലാവരും പെട്ടകത്തിൽ, എല്ലാ ജീവികളും പെട്ടകത്തിൽ കയറുക. പട്ടിയും പൂച്ചയും എലിമയും എല്ലിയും പുലിയും കോഴിയും കുറുക്കനും ഒക്കെ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറുക. സത്യത്തിൽ പറഞ്ഞാൽ കോഴിയും കുറുക്കനും വംശശത്രുക്കളാണ്. എന്നാൽ യുദ്ധങ്ങൾ പോലും ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറുമ്പോൾ ഏതാണ്ടൊന്ന് സംഭവിക്കാൻ പോവുകയാണെന്ന് വിവരമുള്ളവന് തിരിയുണ്ടായി. പക്ഷെ മുങ്ങിച്ചാകാൻ വിധിക്കപ്പെട്ടവൻ മുങ്ങിയേ ചാകൂ എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. വിളിക്കപ്പെട്ടവർ മാത്രമേ പെട്ടകത്തിൽ കയറൂ. ദൈവത്തിന്റെ സ്തോത്രം. പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കേണ്ട സമയം വരുമ്പോൾ എന്റെ ചിന്ത ഞാൻ പറയാം. ഈ പത്തേമാരിയുടെ ഈ വലിയ കപ്പലിന്റെ സ്റ്റെപ്പേലോട്ട് നിന്നിട്ട് ദൈവത്തിന്റെ ദാസൻ നോഹ 2 കൈകളും നീട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെങ്കിലും അകത്ത് കയറ്, നിങ്ങളെങ്കിലും അകത്ത് കയറ്. ഈ സമയത്ത് മറ്റുള്ളവർ പരിഹസിക്കുകയാ. എന്റെ ദൈവം പറഞ്ഞു, മോനെ നീ അകത്ത് കയറ്, ഞാൻ വാതിൽ അടയ്ക്കാൻ തുടങ്ങുക. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി ആ കാലത്തേക്ക് നോക്കി. ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുക. നോഹയുടെ കാലം എന്താ പ്രത്യേകത? ശേത്തിന്റെ മക്കളും കൊച്ചുമക്കളും യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയ സമൂഹത്തിന്റെ പിന്തലമുറക്കാർ അവിടെ പോയി.
മാത്രം പോലെ പെട്ടകം നിറയാൻ. ഇനിയും പോട്ടെ, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കില്ലേ, 65-ാമത്തെ വയസ്സിൽ മെതുശലേഹിന് ജന്മം കൊടുത്തിട്ട് 300 സംവത്സരം ദൈവത്തോട് കൂടി നടന്നില്ലേ? ഈ 300 സംവത്സരം ജന്മം കൊണ്ട തലമുറകൾ ഇവിടെ പോയി. അവർ പോരെ പെട്ടകം നിറയാൻ. ഇനി പോട്ടെ, 777 കൊല്ലം ജീവിച്ചിരുന്ന ലാമേക്കില്ലേ, 969 വർഷം ജീവിച്ചിരുന്ന മെതുശലേഹില്ലേ, അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും മാത്രം പോലെ പെട്ടകം നിറയാൻ. പക്ഷേ പെട്ടകത്തിൽ കയറേണ്ട സമയം വന്നപ്പോൾ അവരാരുമില്ല, 8 പേരേ ഉള്ളൂ. ഇതിന്റെ പുറകിൽ ഒരു ദൂതുണ്ട്. വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ഒരു കാലത്ത് ഇറങ്ങി തിരിച്ചവരുടെ പിൻതലമുറകൾ പലരും കർത്താവിന്റെ വരവെടുക്കുമ്പോൾ, ഈ പെട്ടകത്തിന് പുറത്തു പോകുമ്പോൾ ദൈവം മുൻകണ്ട ഒരു ചെറിയ കൂട്ടമുണ്ട്. അവർ ഈ പെട്ടകത്തിലുണ്ടായിരിക്കും. ഇനി ഈ രാത്രി ദൈവമക്കൾ ഈ പെട്ടകത്തിൽ കയറാൻ തുടങ്ങുന്ന കാലത്ത് അന്നത്തെ സംസ്കാരം എങ്ങനെയുണ്ട് എന്നുകൂടെ ഒരു മിനിറ്റ് ചിന്തിക്കണം. ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന് സ്തോത്രം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. സമയത്തുകൊണ്ട് ഞാൻ ഉദ്ധരിക്കാം. 22-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കൽപ്പിച്ചാട്ടെ. വളരെ ഗൗരവമേറിയ വാക്യമാണ്. ആ കാലഘട്ടത്തിന്റെ സംസ്കാരം അറിയാൻ ഒരു നിമിഷം നിങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് പോകണം. ഇയ്യോബിന്റെ പുസ്തകം 22:15 വേഗം ഒന്ന് വായിച്ചാൽ. ദുഷ്ടമനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ? അതാണ് പുരാതന മാർഗം, നോഹയുടെ കാലത്തെ മാർഗം. വായിച്ചാട്ടെ. കാലം തികയും മുമ്പേ അവർ പിടിപെട്ടുപോയി. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട്, ശ്രദ്ധിക്കാം, അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാം. കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക, ആ കാലഘട്ടത്തിലെ മനുഷ്യ സംസ്കാരം ടെക്നോളജിക്കലായി മനുഷ്യൻ ഉയരുന്നു, സാംസ്കാരിക പുരോഗതിയുടെ അത്യുച്ച കോടിയിലെത്തുന്നു, കണ്ടുപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു, ഖനികളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, നിന്നെ ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾക്ക് വേണ്ട, നീ ഞങ്ങളെ വിട്ടുപോ. നിങ്ങൾ ഇന്ന് രാത്രി തലയൊന്ന് ഉയർത്തി നോക്കി. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരെ ശ്രദ്ധിക്കാതെ തലയൊന്ന് ഉയർത്തി നോക്കി. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഓൾമൈറ്റി ഡോളർ പുറത്തിറക്കിയ അമേരിക്കയുടെ സംസ്കാരം ഇന്നെങ്ങനെയുണ്ട്? മേരി രാജ്ഞിയുടെയും ക്വൈക്കേഴ്സിന്റെയും മറ്റ് കാലഘട്ടങ്ങളിൽ സത്യാരാധനയ്ക്ക് വേണ്ടി ആ മണ്ണിൽ കാലുകുത്തിയവരുടെ പിൻതലമുറക്കാർക്ക് ദൈവത്തെ വേണോ? നോക്ക്, മ്ലേച്ഛതയെന്ന ആണോടാണ് അവിഹിത ബന്ധം പുലർത്തുന്ന സോദോമ്യ പാപം അവിടെ ഉയരത്തിലെത്തിക്കഴിഞ്ഞു. നമ്മുടെ കർത്തൃദാസനോട് സെൻസസ് എടുക്കുന്ന പാർട്ടികൾ ടെലിഫോണിലൂടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചതായി അമേരിക്കയുടെ സുഹൃത്ത് പറഞ്ഞ വാചകം, ചോദിച്ച ചോദ്യം ഇതാണ്: കൂടെ താമസിക്കുന്നത് ഭാര്യയാണോ? അതെ. ഭാര്യ ആണാണോ പെണ്ണാണോ? പുള്ളി ചിരിച്ചില്ല. ചോദിച്ച പുള്ളി ചിരിച്ചില്ല. കാര്യമെന്നറിയാമോ? ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിക്കുന്ന സോദോമ്യ പാപം അമേരിക്കയുടെ മണ്ണിൽ നിയമപരമായി അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് രാത്രി ഗൗരവമായിട്ട് അറിയണം, ഇതിന്റെ പുറകിൽ തീ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരുപറ്റം ദൈവത്തിനോടെയുണ്ട്. ഒരു സത്യം നിങ്ങൾ അറിയട്ടെ, ഇതിനെതിരെ പറയുന്ന ആളുകളുടെ മേൽ ടാക്സ് പിഴ ചുമത്തുന്ന സംസ്കാരത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനിയും പോട്ടെ, നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് നോക്ക്. നിങ്ങൾക്കറിയാമോ ജോൺ ഹസിനെ? അല്ല, റിട്ലിയെ അറിയുമോ? ലാറ്റിമറിനെ അറിയുമോ? വിക്ലിഫിനെ അറിയുമോ? ലിട്ലിയും ലാറ്റിമറും കിടന്ന അവസാന പീഡനമുറി ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അവിടെ നിന്ന് ഞാൻ കരഞ്ഞുപോയി. അവിടെയുള്ള ഏറ്റവും വലിയ ടവറിന്റെ മുകളിൽ എന്നേക്കാൾ വലിയ 8 നാഴികമണികൾ തൂങ്ങിക്കിടക്കുന്നതിനടിയിൽ ഇവരെ രണ്ടുപേരെയും ബന്ധിച്ചിട്ട് അവരെ പീഡിപ്പിച്ച് മണിയടിക്കുമ്പോൾ കഴുത്തെവിയിൽ നിന്ന് ചോര ഒഴുകിയ ഈ ഭക്തന്മാരെ കത്തോലിക്ക സമുദായത്തിന്റെ ഇമേജ് വർഷിപ്പിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ തൊട്ടു താഴത്തെ നടുറോഡിൽ ഇറക്കിക്കൊണ്ടുവന്ന് വിറകിന്റെ മുകളിൽ മലർത്തിക്കിടത്തി കത്തിച്ച് ചാമ്പലാക്കിയ സ്ഥലം നടുറോഡിൽ ചാറിൽ കുരിശ് വരച്ച് നിർത്തിയിട്ടുണ്ട്. ജോൺ ഹസിനെ അറിയാമോ? ജോൺ ഹസ് വേദപുസ്തകം അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതിന്റെ പേരിൽ വിറകിന്റെ കെട്ടിന് പുറത്ത് മലർത്തിക്കിടത്തി തീ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഒരു കുടത്തിൽ ഇവരുടെ ശരീരത്തൂടി കോരി നദിയിൽ കലക്കിയ ആ ദൈവദാസന്റെ ശരീരം വെന്ത് വെണ്ണീറായ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ
ആ രാജ്യം ഇംഗ്ലണ്ട്, അവർക്ക് ദൈവത്തെ വേണ്ട. 87% ഇംഗ്ലണ്ടുകാരനും ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവിടെയുള്ള കോൺഫറൻസിൽ പ്രസംഗിക്കാനെത്തിയപ്പോൾ കേംബ്രിഡ്ജ് സർവകലാശാല കാണുവാനായിട്ട് പോയി. ആദ്യമായി DNA കണ്ടെത്തിയ ലാബ് അവിടെയാണ്. അതിനെ പുറത്തു നിൽക്കുന്ന സമയം അകത്തൊരു ശാസ്ത്ര കോൺഫറൻസ് നടക്കുന്നു. കുവൈറ്റിലെ ഒരു മലയാളി ഡോക്ടർ അതിനകത്തുണ്ട്. അദ്ദേഹം പുറത്തു വന്നിട്ട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: പാസ്റ്റർ, നിങ്ങൾക്കറിയാമോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗം എന്തായിരുന്നുവെന്ന്? ദൈവം ഇല്ലെന്ന് പറ, അങ്ങനെ ആയാൽ നിങ്ങൾ 25 കൊല്ലം അഡ്വാൻസ് ആകും. ദൈവം ഉണ്ടെന്ന് പറ, നിങ്ങൾ 25 കൊല്ലം പുറകോട്ട് പോകും. ദൈവത്തെ വേണ്ട, അമേരിക്കയ്ക്ക് ദൈവത്തെ വേണ്ട, ഇംഗ്ലണ്ടിന് ദൈവത്തെ വേണ്ട. ഇനിയും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉപാധിയായി അന്വേഷിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ ഇന്ത്യയിലും പലർക്കും ദൈവത്തെ വേണ്ട. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. നോഹയുടെ കാലം ഇഞ്ഞെത്തിക്കഴിഞ്ഞു. ഒന്ന്, മനുഷ്യൻ സാംസ്കാരികമായി കുതിച്ചുയർന്ന കാലം. 2, സ്ത്രീ സൗന്ദര്യം കച്ചവട ചരക്കായ കാലം, മ്ലേച്ഛത വർദ്ധിച്ച കാലം. 3, കുടുംബത്തിന്റെ അടിത്തറ തകർന്ന കാലം. 4, ദൈവത്തെ വേണ്ട എന്ന് പൊതുവിൽ പറയത്തക്ക വിധം മനുഷ്യ സംസ്കാരം അന്യം നിന്ന കാലം. ഈ പ്രത്യേക കാലഘട്ടത്തിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ മറ്റൊരു വസ്തുത അറിയണം. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പത്രോസ് എഴുതുന്നു: മുൻപുള്ള കാലം പ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്ന് നമ്മൾ അറിയുന്നു. അതേ വചനത്താൽ ഈ ഭൂമി തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? നമ്മുടെ കൺമുൻപിൽ ഈ ഭൂമി കത്തിയെരിയുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ രാത്രി ഇവിടെയുണ്ട്? വാ തുറന്ന് സ്തോത്രം ചെയ്യാൻ തന്നെയല്ല, അകത്ത ദർശനം പ്രാപിച്ച ദൈവമക്കൾ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കി. ഇത് കത്തിയെരിയാൻ തുടങ്ങുക. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും, നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും, ഒരു സത്യം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഞാൻ വിളിച്ചു പറയുന്നു: ഇത് ഒരു പിടി ചാമ്പലായി കത്തിയെരിയുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട് എന്ന ദർശനം പ്രാപിച്ച ദൈവമക്കൾ പഴയ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ട് പുതിയ ഭൂമിയെ കുറിച്ച് വിളിച്ചു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, എന്താ നോഹയുടെ പ്രസംഗത്തിന്റെ കണ്ടന്റ്? നോഹയുടെ പ്രസംഗത്തിന്റെ കണ്ടന്റ് നമ്മൾ പഠിച്ചാൽ ഇത് മുഴുവൻ അവസാനിക്കും. ഒരു പുതിയ ഭൂമി വരുന്നു, ഇതായിരുന്നു പ്രസംഗം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തേത് വലുതാക്കാനല്ല പ്രസംഗം, പുതിയതിൽ ഉറപ്പിക്കാനാ പ്രസംഗം. ഇന്നത്തെ പ്രസംഗങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവാത്മാവ് ഇടപെട്ടത് യാഥാർത്ഥ്യമായി വഹിച്ചു. എന്ന് പറഞ്ഞാൽ മാരുതി 800 എടുക്കാനാ പോയത്. എടുത്തു വന്നപ്പോൾ 10 ലക്ഷത്തിന്റെ തന്നെ മിറ്റത്ത് വന്നത്. ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അങ്ങനല്ലേ പറയുന്നത്? ചില ആൾക്കാർ പറയും 10 സെന്റിനെ ആഗ്രഹിച്ചുള്ളൂ പാസ്റ്ററെ, വാങ്ങിച്ചു വന്നപ്പോ 1.5 ഏക്കർ അല്ലേ വാങ്ങിച്ചത്. ദൈവത്തിന് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഇതല്ലേ കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ഒരുതിനെ പണി തീർക്കാനാ തുടങ്ങിയത്. പാസ്റ്ററെ, പണി തീർന്നപ്പോഴല്ലേ ഈ 4 നില നെടുനടാന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അടിവരയിട്ട് ഭൂമി ഒന്ന് ഇരുത്തി പൊലുങ്ങിയാൽ പൊട്ടിയിരുത്തുന്ന മൺകൂനയല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഉറങ്ങിപ്പോയാൽ നീയും തകർന്ന വണ്ടി പാട്ട പോലെ ഇടിച്ച് ചകരുന്ന ഒരു പാട്ട വണ്ടിയല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നിയമം മാറിയാൽ ഭണ്ണാരത്തിൽ ചേരുന്ന ഒരു തുണ്ട് ഭൂമിയല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. നിത്യതയുടെ തീരത്ത് ആ പുതിയ ഭൂമിയിൽ നീ കാലൂന്നി നിൽക്കണം. അതാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ എന്നെ മുൻപിൽ നിൽക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നോട് ഇങ്ങനെ പറയണം: ഇത് നശിക്കാൻ തുടങ്ങുകയാണ്, പുതിയതിനു വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, എന്തിന് ഇത് നശിക്കാൻ? ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കും. നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും പറയുന്നു, ഇത് ഒരു പിടി ചാമ്പലായി കത്തിയാ വരും. നിങ്ങൾക്കറിയാമോ, ന്യൂ മെക്സിക്കൻ മരുഭൂമിയിൽ ആദ്യമായി അണ്വായുധ പരീക്ഷണം നടത്തിയപ്പോൾ 16ഓളം ശാസ്ത്ര സംഘം അതിലുണ്ട്. അതിലൊരു കേരള ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു വലിയ ഇരുമ്പ് കേടറിന്റെ പുറത്ത് വെച്ച് ഒരു അണ്വായുധം പരീക്ഷിച്ചപ്പോൾ അണ്വായുധത്തിന്റെ ചൂടിൽ ഇരുമ്പ് കേടർ ഉരുകി താഴോട്ട് ഒലിച്ചു. എന്നിട്ട് ആ കത്തലിൽ അത്യുഗ്രമായി ഒരു സൂര്യൻ പോലെ കത്തി ഉയർന്ന ആ അണ്വായുധം ആ ഭൂമിയെ സ്ഫടിക പീസുകളാക്കി മാറ്റി. എന്നിട്ട് അവിടുന്ന് പറന്ന് ചെന്ന പൊടിപടലങ്ങൾ പരിസരങ്ങളിലുള്ള ആളുകളുടെ ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് ക്യാൻസർ രോഗം വിതച്ചു. നിങ്ങൾക്കറിയാം, 1945 ഓഗസ്റ്റ് 6 ആ
കറുത്ത തിങ്കളാഴ്ച രാവിലെ 8:30 ഹിരോഷിമയിൽ 8000 വിദ്യാർത്ഥികളും 2000 അധ്യാപകരും തെരുവ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു അധ്യാപിക പറഞ്ഞു, മുകളിലോട്ട് നോക്ക, എന്തുവെന്ന് കാണുന്നല്ലോ. അപ്പോഴേക്കും അത് സംഭവിച്ചു കേട്ടോ. 14.5 കിലോടൺ ഭാരമുള്ള ഒരു സാധനം 36,000 അടി ഉയരത്തിൽ താഴേക്ക് ഇറങ്ങി 16,000 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത് കുട പോലെ വിരിഞ്ഞു. താഴേക്ക് ഇറങ്ങിയപ്പോൾ 1,30,000 നിരപരാധികൾ കത്തി വീണു. അതിന് ആറ്റമിക് റേഡിയേഷൻ എന്ന് പറയുന്നു. അതും മതി ഈ മണ്ണ് കത്തിത്തീരാൻ. പത്രോസിന്റെ ലേഖന പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അത്യുഗ്രമായ ഊഷ്മാവിൽ ഭൂമി കത്തി അഴിയുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട് എന്ന് വേദപുസ്തകം ഉറപ്പിച്ചു പറയുമ്പോൾ ദർശനം പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് കണ്ണുയർത്തി നോക്കുന്നു. ഒരു പുതിയ ഭൂമി വരുന്നുണ്ട്, ഒരു പുതിയ ഭൂമി വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ആറ്റമിക് റേഡിയേഷൻ എന്തിനാ ദൈവത്തിന്? ഈ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് ഓച്ചിറയിൽ ഒരു കുടുംബം തിരുവനന്തപുരം എയർപോർട്ടിൽ ഗൾഫിൽ നിന്ന് വന്നിറങ്ങിയിട്ട് യാത്ര ചെയ്യുന്ന സമയം എതിർവശത്തുകൂടെ 18 ടൺ പാചകവാതകവുമായി ഒരു കണ്ടെയ്നർ ലോറി വന്നില്ലേ? നിങ്ങൾക്കറിയാം. ഈ ലോറിയും ഈ വണ്ടിയുമായി വിലസിയപ്പോൾ ആ വാതക വാഹനം ഒന്ന് ചരിഞ്ഞു. അതോടുകൂടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് അവിടെ എത്തി. ആ ജീപ്പ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗ്യാസിന്റെ ഗന്ധം കൊണ്ട് പോലീസുകാരൻ വണ്ടി പുറകോട്ടെടുക്കാൻ ശ്രമിക്കുകയും സ്റ്റാർട്ടറിന്റെ സൗണ്ടിനിടയിൽ ഗ്യാസ് കത്തുകയും ചെയ്തതുപോലെ. പ്രിയപ്പെട്ടവരെ, എന്നോട് സുഹൃത്ത് പറഞ്ഞ വാചകം ഇതാണ്: അന്തരീക്ഷം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ കൈ ഒന്ന് കുടഞ്ഞപ്പോ ഗ്ലൗസ് ഊരിപ്പോകുന്നത് പോലെ കൈയിലെ തൊലി തെറിച്ച് അടുത്ത വീടിന്റെ ഭിത്തിയിൽ പറന്ന് പറ്റത്തക്ക വിധം കത്തുകയായിരുന്നു. 25ഓളം അഗ്നിശമന സേനാ സംവിധാനങ്ങൾ ഏതാണ്ട് 24ലധികം മണിക്കൂറുകൾ പണി ചെയ്ത് അധ്വാനിച്ചിട്ടും 18 ടൺ കത്തിച്ച് തീർക്കാനല്ലാതെ അത് കെടുത്താൻ പറ്റിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു 18 ടൺ വാതകത്തെ ഇവിടുത്തെ വലിയ വാതക സംവിധാനം കെടുത്തുന്ന ഉപകരണങ്ങൾ ചുറ്റും കൂട്ടിയിട്ട് ഉപകരണം ഉപയോഗിച്ചിട്ട് കെടുത്താൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും സാധനം കടല് പോലെ നമ്മുടെ കാലിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അതിന്റെ വാഴ്ചുമെന്ന് തുറന്നു വിട്ടാൽ ഇത് കത്തുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു. ഞങ്ങൾക്ക് ഈ മണ്ണല്ല വലുത്, ഞങ്ങൾക്ക് നിത്യതയുടെ വിണ്ണാണ്. ഈ രാത്രി അകം കത്തുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്, എത്ര പ്രിയപ്പെട്ട രാത്രി ഇവിടെയുണ്ട്. നിങ്ങളുടെ നാവുകൾ ചലിക്കട്ട ദിവസന്നതിയിൽ, നിങ്ങളുടെ അധരം കത്തട്ട ദിവസന്നതിയിൽ. ഒരു വാ പോലും ഇതിനകത്ത് പൂട്ടിയിരിക്കരുത്, ഒരു അധരം പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുത്. നോഹയുടെ കാലം വന്നു കഴിഞ്ഞു, നോഹയുടെ കാലം വന്നു കഴിഞ്ഞു. പ്രകൃതിയുടെ താളക്രമം അടിമുടി തകരുകയാ. മാരക രോഗങ്ങൾ ഈ മണ്ണിൽ കൂട്ടമായി വർദ്ധിക്കുകയാ. ഏറ്റവും അടുത്ത ഒരു റിപ്പോർട്ട് ഇങ്ങനെയാ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ക്യാൻസറിന്റെ അളവ് അതിവേഗം കൂടുകയാണ്. ക്യാൻസറിന്റെ അളവ് കൂടുമ്പോൾ ഇന്ന് കേരളത്തിൽ 780 ഒരാൾ ക്യാൻസർ രോഗിയാണ്. ഇന്ത്യയിൽ 1000 ഒരാൾ ക്യാൻസർ രോഗിയാണ്. 5 ലക്ഷം പുതിയ ക്യാൻസർ രോഗികൾ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. എന്തിന്? 1910 കഴിയുന്നു, അതെ 2010 കഴിയുന്നു. 2012 ഹൃദ്രോഗികളെ പിൻപിലാക്കിക്കൊണ്ട് ക്യാൻസർ ഈ സമൂഹത്തിൽ 1-ാം നമ്പർ കുലയാളിയായി മാറും. വെളിപ്പാട് പുസ്തകം 16 പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ താളക്രമം തകർന്നിട്ട് ഈ മാരക രോഗം ആധിപത്യം പുലർത്തുമെന്ന പ്രവചനമുണ്ട്. പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾക്ക് ഒരു ഭയവുമില്ല. കാരണം എന്തെന്നറിയാമോ? യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥാനാപതികളെ തിരിച്ചു വിളിക്കുന്നത് ഇവിടുത്തെ രാജ്യങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ന്യായവിധി തുടങ്ങുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്താൽ കനികൾ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് എഴുന്നേറ്റാട്ടെ. നമ്മുടെ കരങ്ങളെ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ ദൈവമക്കളുടെയും കണ്ണുകൾ ദൈവത്തിൽ അടയട്ടെ. ആ കരങ്ങൾ കർത്താവിലേക്ക് ഉയരട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. പാസ്റ്റർ ടി.ജി. ഉമ്മനും പാസ്റ്റർ വി.ടി. ജോസഫും പാസ്റ്റർ കെ.ഇ. എബ്രഹാമും പിതാക്കന്മാരൊക്കെ നിത്യതയുടെ ദർശനം വേദികളിൽ പങ്കുവച്ചു. എന്നാൽ കാലം മുൻപോട്ട് പോയി. സുവിശേഷ പ്രസംഗം ഭൗതിക നേട്ടത്തിന്റെ ഉപാധികളായി മാറി. എന്നാൽ ഈ രാത്രി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ പിതാക്കന്മാർ പ്രസംഗിച്ച അതേ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ഈ രാത്രി സ്വാഗതം ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ.
നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. വാ തുറന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എന്റെ പിൻപിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരും എന്റെ മുൻപിൽ നിൽക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളും ഒരുപോലെ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദൈവമക്കളുടെയും വായിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ദൈവസിംഹാസനത്തിലേക്ക് ഉയരട്ടെ. എന്റെ കുഞ്ഞെ, എന്റെ വാത്സല്യ സഹോദര, ഈ ആയുസ് ഹ്രസ്വമാണ്. നിത്യത നിലയ്ക്കാത്തതാണ്. ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്നക്ഷരത്തിനും ഇടയിൽ ജീവിതം എന്ന മൂന്നക്ഷരം സുഖിക്കാനുള്ളത് എന്ന് ലോകം പറയുമ്പോൾ, നിത്യത എന്ന മൂന്നക്ഷരത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളത് എന്നിന്ന് രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. ഓ, ഈ രാത്രി കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് അമർത്യമായ ആത്മാവിന് വേണ്ടി കരുതുന്ന രാത്രിയായി പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിനെ തീർക്കട്ടെ. രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ നിലവിളിക്കുന്നത് പോലെ, എന്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകുമോ? ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ വായുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ വായുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഓരോ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളും അധരം തുറന്ന് ജാഗരിച്ചാട്ടെ. ഒരു വർഷത്തിന് ശേഷം കൃഷി വേണമെങ്കിൽ, നല്ല ഫലം കൊയ്യാൻ ഒരു നില ഒരുക്കേണ്ടത് ആവശ്യമാണെങ്കിൽ, ഒരു വർഷത്തിന് ശേഷം SSLC പരീക്ഷ എഴുതാൻ ഒരു വിദ്യാർത്ഥിക്ക് ഒരുക്കം ആവശ്യമാണെങ്കിൽ, കർത്താവിന്റെ വരവിൽ പോകാൻ നിത്യതയ്ക്ക് മാത്രം ഒരുക്കം വേണ്ടായോ? ഈ രാത്രി കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഞാൻ കൈവിടപ്പെടുമോ? ശബ്ദം ഉയർത്തി ചോദിച്ചാണ്. ഈ കാണുന്നതെല്ലാം അവസാനിക്കും, നിത്യത മാത്രം നിലകൊള്ളും. ഒരു വെള്ള ക്യാൻവാസ് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ മുൻപിൽ ഒരു ചിത്രകാരൻ ഇരിക്കുമ്പോൾ, ഇഷ്ടം പോലെ വരച്ചുകൊള്ളുക, ഞാൻ എന്നെ തരുന്നു എന്ന് ഒരു ക്യാൻവാസ് പറയുന്നത് പോലെ, ഒരു പായ്ക്കപ്പലിന്റെ പായ് വലിച്ചു കെട്ടിയിട്ട് ഏത് ദിക്കിലേക്ക് കാറ്റടിച്ചാലും പാറിപ്പോകാൻ ഞാൻ തയ്യാർ എന്ന് കപ്പൽ പറയുന്നത് പോലെ, എന്നെ നിത്യതയ്ക്കായി രാത്രി ഒരുക്കാൻ എന്ന് ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രി ആ കൃപ എന്റെ മേൽ പകരണമേ എന്ന് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം നിങ്ങൾ ശാന്തമായി എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവമക്കളെയും വായുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിലേക്ക് ഉയരട്ടെ. ഒരധരം പോലും ഇന്ന് രാത്രി ഇവിടെ അടഞ്ഞിരിക്കരുത്. ഒരു നാവ് പോലും ഇന്ന് രാത്രി ഇവിടെ മൗനമായിരിക്കരുത്. കുഴിക്കര കൊണ്ട് അവസാനിക്കുന്ന ഈ ഗ്രോഹ ജീവിതം മരണം എന്ന അക്ഷരത്തിനപ്പുറത്തേക്ക് ഭാവിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ റാന്നിയിൽ ഒരു ശവമടക്കിൽ പങ്കെടുക്കുമ്പോൾ ഡെഡ് ബോഡി കുഴിക്കരയിൽ വന്നു. കുഴിക്കരയിൽ ഡെഡ് ബോഡി വന്ന് മുഖം മൂടിക്കഴിഞ്ഞു. ഈ സമയം മാവേലിക്കരയിൽ നിന്നൊരു കുടുംബം ആ ബോഡി കാണാനായി ഓടി അടുത്തു. അപ്പോൾ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ആ മുഖത്തെ തുണിയൊന്ന് മാറ്റി കാണീര്. ഉടനെ ആ വിധവയായ സ്ത്രീയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കി. അവൾ അലറിപ്പറയാണ്, വേണ്ട, എനിക്കിനി കാണണ്ട. എന്റെ മുൻപിലിരിക്കുന്ന വാത്സല്യ സഹോദര, ഏറെയായാൽ 80 ഈ കൊച്ചു ജീവിതത്തിൽ. കല്ലറ ഈ ലോക ജീവിതത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണെങ്കിലും നിത്യതയുടെ ആദ്യ അധ്യായമാണ് എന്ന് തിരിച്ചറിയുന്ന നീ, ഈ ലോകത്തിലെ സകല ബന്ധങ്ങളും ജീവൻ പോയാൽ പിന്നെ നിന്നെ ഒന്ന് കാണണ്ട എന്ന് പറയും. ആ രണ്ട് കരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഒരു നിമിഷം ശാന്തമായി എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ രാത്രി കൊച്ചായുസ് നിനക്കായി സമർപ്പിക്കുന്നു. ഈ പെട്ടകം ആരെന്നും കൂടെ പറഞ്ഞില്ലെങ്കിൽ പ്രസംഗം പൂർണ്ണമാകില്ല. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനം യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലുള്ള ഏകീഭാവം. അങ്ങനെയെങ്കിൽ കാൽവറിയിലെ ക്രൂശിൽ പിടയുന്ന യേശുവാണ് ഈ പെട്ടകം. ഈ പെട്ടകത്തിന്റെ വാതിൽ
ഈ കൃപയുടെ വാതിൽ ഇന്ന് രാത്രി തുറന്നു കിടക്കുന്നു. ഉയർന്നു നിൽക്കുന്ന ഗോൽഗോത്ത കുരിശിൽ മുറിവേറ്റ് പിടയുന്ന യേശുവിലേക്ക് കണ്ണുയർത്തി നോക്കാൻ ഒരാൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ, പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുയർത്തി നോക്കുന്നവൻ, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവനെങ്കിലും ആ നോട്ടത്തിന്റെ പുറകിൽ അവന്റെ സിരകളിൽ രോഗശാന്തി വ്യാപരിക്കുന്നത് പോലെ ചെറുവക്കൽ ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ ക്രൂശിലേക്ക് കണ്ണുയർത്തി നോക്കിയാൽ ഈ രാത്രി രോഗശാന്തി മാത്രമല്ല, നിത്യജീവനും പകരാൻ ക്രൂശിലെ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ നിനക്കായി വ്യാപരിക്കുകയാണ്. ഈ രാത്രി ആ ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഈ മണ്ണല്ല എനിക്ക് വലുത്, നിത്യതയാണ്. ഈ രാത്രി എനിക്ക് പ്രാർത്ഥന ആവശ്യം. എന്നെ ഞാൻ സമർപ്പിക്കുന്നു. കല്ലറയ്ക്കപ്പുറത്തുള്ള നിത്യതയാണ് എനിക്ക് വലുത്, എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ദൂതന് മുൻപിൽ ഇന്ന് രാത്രി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വലത് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശാന്തമായ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ഇടത്തും വലത്തും നിൽക്കുന്നവരെ നിങ്ങൾ മറക്കുക. മുൻപിലും പുറകിലും നിൽക്കുന്നവരെ നിങ്ങൾ മറക്കുക. രാത്രി നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കുക. കർത്തൃദാസന്മാരെ, ഈ തലമുറയിലെ ശുശ്രൂഷയെ വിവേചിക്കുക. കൃപ ലഭിച്ച ദൈവമക്കളെ, ഈ കാലത്തെ തിരിച്ചറിയുക. ഇത് നോഹയുടെ കാലത്തിന് തത്തുല്യമാണ്. ഇവിടെ ഒരു തലമുറ സമൃദ്ധിയിൽ നീങ്ങുന്നു, മറ്റേ തലമുറ ദർശനത്തിൽ നീങ്ങുന്നു. വിളിക്കപ്പെട്ടവർ പോലും പിന്മാറ്റത്തിലെത്തി നിൽക്കുന്നു. അടയാളം വരാൻ തുടങ്ങുന്നു, പ്രകൃതിയുടെ താളം തകരാൻ തുടങ്ങുന്നു. ഈ ഉയർത്തിയ കരങ്ങൾ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവിനകത്ത് ഇടപെടുകയാണ്. അടയാളമായി കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ രാത്രി വന്ന് പതിക്കുന്ന രാത്രിയാണ്. അവന്റെ കരം ഈ രാത്രി നിങ്ങളുടെ ശരീരത്തെ തൊടുന്ന രാത്രിയാണ്. വാ തുറന്ന് കർത്താവിനോട് പറ, കായീന്റെ തലമുറയുടെ സമൃദ്ധിയേക്കാൾ ഹാനോക്കിന്റെ കുടുംബത്തിലെ ദർശനമാണ് എനിക്ക് വലുത്. പരിശുദ്ധരായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ കരങ്ങളെ നിന്റെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. പ്രളയം എന്ന മഹാദുരന്തം ഇഞ്ഞടുത്തു വരുന്ന സമയം സമൃദ്ധിയിൽ കണ്ണു നട്ട് ഒരു തലമുറ നരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് നീങ്ങിയപ്പോൾ ഒരു ചെറിയ കുടുംബം പെട്ടകത്തിൽ സുരക്ഷിതരായിരുന്നത് പോലെ ഈ തലമുറയുടെ ഒഴുക്കിനെതിരെ നിന്ന് ഉപദേശ സത്യങ്ങളിൽ നിലകൊള്ളാൻ ഈ കരങ്ങളുടെ മേൽ ഇന്ന് രാത്രി നിന്റെ തേജസ്സിന്റെ കരം ഇറങ്ങിപ്പിടിക്കുന്ന രാത്രിയാകട്ടെ. പ്രവൃത്തിയുടെ വെളിപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ശക്തിയോടെ എല്ലാവർക്കും ദിവസത്തിലിരിക്കാം. ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിലെ ചിന്ത ആഴത്തിൽ ഉറയ്ക്കട്ടെ. മറക്കരുത്, ഇത് നോഹയുടെ കാലം. നിത്യതയുടെ കണ്ണുവെച്ച് പ്രതിഫലത്തെ ഉന്നം വെച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടാം. പെട്ടകത്തിൽ സുരക്ഷിതരായിരിക്കാം. ഈ സന്ദേശത്തിനായി ക്ഷണിച്ചറിയപ്പെട്ടവരോട്, വിശേഷാൽ കർത്താവിന്റെ ദാസൻ ജോൺസനോട്, ഈ ആത്മീയ പ്രവർത്തനങ്ങളോട് എന്നെ കടപ്പാട് അറിയിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിലയേറിയ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു. നിന്റെ വലിയ കൃപയിൽ ശരണപ്പെട്ട് ഞങ്ങൾ തീരുമാനം ചെയ്ത ഈ വലിയ കൺവെൻഷന്റെ 4ാമത്തെ രാത്രിയിൽ നീ ഞങ്ങളെ ഐശ്വര്യമായി നിന്റെ ദാസൻ മുഖാന്തരം നിന്റെ വചനത്തോടെ അനുഗ്രഹിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശക്തപരിധിക്കുള്ളിൽ നിന്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ഇന്ന് രാത്രിയിൽ നീ സന്ദർശിച്ചു കൊള്ളുമാറാകണമേ. ഈ പന്തലിന്റെ ഉള്ളിലെ പന്തലിന്റെ വെളിയില് പരിസരത്ത് അങ്ങിങ്ങായി നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളത്തോട് നിന്റെ വചനത്തോടെ വ്യക്തമായി നീ സംസാരിക്കുമാറാകണമേ. നിന്റെ സന്നിധിയില് സമർപ്പണം ചെയ്തിരിക്കുന്ന ജനത്തിനു വേണ്ടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില പാപികൾ മനം തിരിഞ്ഞു രക്ഷിക്കപ്പെട്ടവരുടെ പേര് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയവായി കേട്ട് ഉത്തരമരുളി തരുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സംസർഗവും കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വചനം സൂക്ഷിച്ചതിന്റെ ദാസനോടും തുടർമാനം നടക്കുന്ന മകൾ സമ്മേളനങ്ങളോടും